നമുക്ക് ഒരുമിച്ച് കൂടി വരാൻ കർത്താവുடைய കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിന്റെ ശക്തി നമ്മൾ ആ പവർ മഹാപുരോഹിതന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കേട്ട് ദൈവത്തിന്റെ മഹത്വം വചനത്തെ കേട്ടുകൊണ്ടിരുന്നില്ല. ഇന്ന് രാത്രിയിൽ ഒരു വചനം എക്സോഡക്സ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതൽ 26 വരെ വാക്യമാണ് ഇന്നത്തെ രാത്രിത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതൽ 26 വരെ വാക്യങ്ങള് നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതൽ 26 വരെ വായിക്കട്ടെ പാസ്റ്റർ. Exodus 15 verse 22 to 26. ഓക്കേ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതൽ വായിക്കുന്നു. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശുർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിൽ എത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന്റെ പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ. ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, ആർക്കെങ്കിലും ക്യാമറ ഓൺ ആക്കാൻ പറ്റുമെങ്കിൽ ക്യാമറ ഓൺ ആക്കിയിരിക്കുക. ബുദ്ധിമുട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചുരുക്കം വെച്ചവരായിട്ടാണെങ്കിലും ഈ ഗൂഗിൾ മീറ്റിലൂടെ ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദിനത്തിന്റെ കേൾവി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. വളരെ ശാന്തമായിട്ട് ഇന്ന് രാത്രിയിൽ തിരുവഴുത്തിനെ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാനും അതിനൊന്ന് പഠിക്കാനും കർത്താവ് സഹായിക്കട്ടെ. ഒരു പ്രൊഫറ്റിക്കൽ മീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ദൈവദിനത്തിനകത്ത് ബന്ധനങ്ങളെ എഴിക്കാൻ, ദൈവദിനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, ദൈവദിനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മശക്തി വ്യാപരിക്കും, ദൈവദിനം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന് വിടുതലുണ്ടാകും. അതാ ദൈവദിനത്തിന്റെ ശക്തിയുടെ ഏറ്റവും വലിയ കാര്യം. ലോകത്തെ ഏറ്റവും വലിയ വേഗതയുള്ളത് പ്രകാശത്തിനാ, ലൈറ്റിനാ. പക്ഷെ ആ ലൈറ്റിനെയും കാട്ടി വേഗത്തിൽ ദൈവത്തിന്റെ വചനം ഓടും. അവൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, അവരെ കുഴികളിൽ നിന്ന് വിടിവെച്ചു. ദൈവത്തിന്റെ വചനം നമ്മളെ സൗഖ്യമാക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് സൗഖ്യം ശാരീരിക സൗഖ്യം മാത്രമല്ല, നമ്മുടെ ആത്മീയ തലത്തിലാകട്ടെ, നമ്മുടെ മനസ്സിനാകട്ടെ, നമ്മുടെ ശാരീരിക മുറിവ് എല്ലാം ഇന്ന് പകൽക്കാലം യേശു സൗഖ്യമാക്കും. നമ്മുടെ ഏത് വിഷയത്തിൽ, ഏത് രാജ്യത്ത് നിൽക്കുന്ന വിഷയത്തിനകത്തും ദൈവത്തിന്റെ കരം ചലിക്കും. നമ്മൾ പ്രാർത്ഥിക്കും, അത്ഭുതങ്ങൾ നടക്കും. ഈ മോശ എന്ന ദൈവ മനുഷ്യൻ ശ്രദ്ധിച്ചേക്കണം, അദ്ദേഹത്തിന്റെ ലൈഫിനകത്ത് പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരു ജനത്തിന്റെ പുറപ്പാടാണ്. ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അബ്രഹാം എന്നൊരു പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാം എന്ന മനുഷ്യന് വളരെ നല്ല സാമ്പത്തിക സ്ട്രക്ചറിനകത്ത് ബിസിനസ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനകത്ത് നിന്ന് ദൈവത്തിന്റെ ശബ്ദത്തെ കേട്ട് അനുസരിച്ച് ദൈവശബ്ദത്തിന് വേണ്ടി വിധേയപ്പെടുത്തുന്ന ഒരു ഹൃദയമുള്ള ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തെ കണ്ടു കാണിപ്പാലിക്ക് ദേശത്തേക്ക് ഒരു പൊട്ടനെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മളെ കേട്ട വാഗ്ദത്തത്തെ നമ്മളിങ്ങനെ ആ അബ്രഹാം കേൾക്കുന്ന സാഹചര്യത്തിനകത്ത് അതിനെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് അബ്രഹാമിന് സാധിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ശ്രദ്ധിക്കണേ, ദൈവത്തിൽ ഇവിടെ നിൽക്കുന്ന ദൈവം ശ്രദ്ധിക്കണം. പാസ്റ്ററയല്ല വിശ്വസിച്ചത്, പ്രവാചകനല്ല വിശ്വസിച്ചത്. എന്നിലും എന്റെ പ്രവാചകനും ബൈബിൾ വാക്യമുണ്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. നമുക്ക് പലർക്കും ഇന്ന പാസ്റ്ററെ വിശ്വാസമുണ്ട്, ഇന്ന ഡോക്ടറെ വിശ്വാസമുണ്ട്, പക്ഷെ പലർക്കും ദൈവത്തിൽ വിശ്വാസമില്ല. ശ്രദ്ധിക്കണം, ദൈവത്തിൽ വിശ്വാസം ഉണ്ടാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അബ്രഹാം എന്ത് ഇങ്ങനെ പുറപ്പെട്ടു. അബ്രഹാമിന് ദൈവം പറഞ്ഞ പ്രകാരം യാഗം കഴിച്ചു. യാഗത്തിന്റെ അകത്ത് പാലിച്ച വന്നു. ആ പാലിച്ച ഒരു 4 തലമുറയെ ശ്രദ്ധിച്ചേക്കണേ. ആ യാഗത്തിനകത്ത് 4 തലമുറ അടിമത്തത്തിലേക്ക് പോയി. ശ്രദ്ധിക്കണം, ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു ദൈവദാസന്റെ ഒരു കുടുംബത്തിന് അവർക്ക് തലമുറയില്ല. അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൈവാത്മാവ് പറഞ്ഞു, ഇന്ന സെൻട്രൽ പാസ്റ്ററോട് പോയി ക്ഷമ പറയാൻ പറഞ്ഞു. ഞാൻ പ്രസംഗത്തിനകത്ത് പ്രശ്നമ്മ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു, ഓർമ്മ സ്പിരിറ്റി വരുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അവർക്ക് മക്കളില്ല. അങ്ങനെ ഈ പാസ്റ്ററും വൈഫും കൂടെ പോയി ആ പാസ്റ്റർ കരഞ്ഞ് കാല് പിടിച്ച് ക്ഷമ പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ ആ പാസ്റ്റർ അനുഗ്രഹിച്ചു. ഇതിന്റെ പിന്നെ തന്റെ പിതാവ്
ഒരു കോപത്തിനകത്ത് ഈ സെൻട്രൽ പാസ് അന്ന് ഇവര് ആ പാസ് അടിച്ചു. ആദ്യം തലമുറയുടെ മേൽ തലമുറ ലഭിക്കാത്ത പറഞ്ഞ ബ്ലോക്കായിട്ട് ഇവർ തന്നെ ക്ഷമ പറഞ്ഞു. അവരുടെ രണ്ട് അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്താ പറഞ്ഞത് ശ്രദ്ധിച്ചേക്കണേ. ഒരപ്പന്റെ അകൃത്യം നന്നായിട്ട് ജീവിച്ച തലമുറ ഉണ്ടെങ്കിൽ ആ അപ്പന്റെ നിമിത്തം 1000 തലമുറ അനുഗ്രഹിക്കപ്പെടും. ഒരപ്പന് എന്തെങ്കിലും തെറ്റു പറ്റിയാൽ അത് 4 തലമുറ വരെ അകൃത്യം ചുമക്കുമെന്ന ബൈബിൾ പറഞ്ഞു. അപ്പൊ ഈ പിതാവിന്റെ അകൃത്യം ശ്രദ്ധിക്കണേ, ഒരു അകൃത്യമല്ല, യാഗത്തിനകത്ത് ഫോൾട്ട്, അതിനെ ഒരു തലമുറയെ അടിമത്തത്തിലേക്ക് കൊണ്ടു. ഇതൊന്നും അറിയാത്ത, ഇതൊന്നും കേൾക്കാത്ത, ചെയ്യാത്ത ഒരു തലമുറ പ്രവാസത്തിലേക്ക്. ശ്രദ്ധിച്ചേക്കണേ, ഈ കിങ് ജോ ഉങ് എന്നൊക്കെ പറയുന്ന ഒരു കിരാതനമായ ലീഡർ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ 3 തലമുറയൊക്കെ തെറ്റ് ചെയ്തതാ ഈ ജനറേഷനൊക്കെ അന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുന്ന പോലെ അടിമത്തത്തിലേക്ക് ജനിക്കുന്നത്. ഇന്ന് രാത്രിയില് ജനറേഷനുകളുമായി ബന്ധപ്പെട്ട് ജനറേഷൻ കേഴ്സസുകൾ, തലമുറകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശാപങ്ങളെ കർത്താവിന്റെ രാത്രി ബ്രേക്ക് ചെയ്യും. അങ്ങനെ ശാപം നിമിത്തം ഒരു തലമുറ ഞെരുങ്ങുക. ശ്രദ്ധിക്കണേ, 4 തലമുറ ഒരപ്പന്റെ യാഗത്തിനകത്ത് വന്ന തെറ്റ് ഒരു തലമുറയെ ഫോൾട്ട് ചെയ്തത് അങ്ങോട്ട് ഡീപ്പായിട്ടൊരു അടിമത്തത്തിലേക്ക് ചെന്നപ്പെട്ടു. അങ്ങനെ അബ്രഹാം മരിച്ചു, ഇസഹാക്ക് മരിച്ചു, യാക്കോബ് മരിച്ചു, ഗോത്രപിതാവായ യോസഫ് മരിച്ചു. ഈ വാഗ്ദത്തം കേട്ട 3 പേര് മരിച്ചു. വാഗ്ദത്തം പറഞ്ഞ യോസഫ് മരിച്ചു. അപ്പൊ ഇതൊന്നും കേൾക്കാത്തൊരു തലമുറയാ ഈ ഇസ്രായേൽ. കേട്ടവരില്ല, പറഞ്ഞ യോസഫ് ഇല്ല. ശ്രദ്ധിച്ചേക്കണമേ, ഈ കേട്ടവരും പറഞ്ഞവരും ഒന്നുമില്ലെങ്കിലും പറഞ്ഞ ആള് ജീവനുള്ളവൻ. നിങ്ങളോട് വാഗ്ദത്വം പറഞ്ഞ ആരാണോ, നമ്മൾ വല്യപ്പനായിരിക്കും കേട്ടത്. വല്യപ്പൻ നിത്യ ചേർക്കപ്പെട്ടു, പക്ഷെ അപ്പൻ നിത്യ ചേർക്കപ്പെട്ടു. പക്ഷെ അപ്പന്റെ അപ്പം കേട്ടതാണെങ്കിലും നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തെ ഓർത്ത് അത് നിവർത്തീകരിക്കാൻ ദൈവശക്തനാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനെ പരിശുദ്ധാത്മാവിൻ നിയോഗത്തോടെ പ്രവചാത്മാവി പറയുക, നിങ്ങളുടെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തത്തെ നിങ്ങൾ മറന്നുപോയാലും, നിങ്ങളുടെ മെമ്മറിയിൽ അത് മറന്നുപോയാലും, നിങ്ങൾ നടക്കത്തിൽ എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ പരിശുദ്ധാത്മ പറയുന്നത് ദൈവം അതിനകത്ത് നേരിട്ട് ഇറങ്ങി വന്ന് അതിനകത്ത് പ്രവർത്തിപ്പാൻ ദൈവശക്തനാണ്. ഈ കാലഘട്ടത്തിലേക്ക് ഒരു പുറപ്പാട് പുസ്തകം തുടങ്ങുന്നത് യോസഫിനെ അറിയാത്തൊരു ഫറവോന്റെ ഭരണം വരെ കിരാതനമായ ഭരണം തുടങ്ങുക. ആ തലമുറയുടെ അകത്ത് ഒറ്റ കാര്യമുള്ള തലമുറ നശിപ്പിക്കുക. പെൺതലമുറ കുഴപ്പമില്ല, ആൺതലമുറയുടെ മുഴുവൻ ഫൈറ്റിംഗ് കിടക്കുന്നത്. ആൺതലമുറ ഉണ്ടെങ്കിലേ ജനറേഷനുള്ളൂ. ശ്രദ്ധിക്കണേ, ആൺതലമുറയെ നശിപ്പിക്കുക എന്ന ഒരു പൈശാചിക തന്ത്രമാണ് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ നമ്മുടെ ചർച്ചകളിൽ ചെന്ന് നോക്കുമ്പോൾ സഹോദരിമാരുടെ ഭാഗത്ത് ഒത്തിരി ആൾക്കാരുണ്ട്, സഹോദരന്മാരൊന്നും ഇല്ല. ഞങ്ങളുടെ ഒരു ചർച്ചിലാണെങ്കിൽ എല്ലാം പെൺപിള്ളാരായിരുന്നു. അവരെ വിവാഹം കഴിച്ചപ്പോ ആണുങ്ങളില്ലാത്തതുകൊണ്ട് ചർച്ച പൂട്ടേണ്ട അവസ്ഥ വന്നു. ശ്രദ്ധിച്ചേക്കണേ, സഹോദരന്മാര് ഈ ആൺകുഞ്ഞുങ്ങളോടാണ് ഫൈറ്റിങ്. മോശ ജനിച്ച കാലഘട്ടത്തിനകത്ത് പെൺകുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ആൺകുഞ്ഞുങ്ങളെ കൊല്ലണം. ശ്രദ്ധിക്കണേ, നിങ്ങളുടെ കുഞ്ഞിനോടുള്ള തലമുറകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്ത് ഫൈറ്റിംഗ് ആയിക്കോട്ടെ, ഇന്ന് രാത്രി അതിന്റെ മേൽ ജയിക്കുന്ന ഒരു മോസസിന്റെ മേൽ നൽകിയ ഒരു തലമുറയുടെ മേല് ആ മോശ അതിനകത്ത് മോശ ജയിച്ച് അതിനകത്ത് മോശയെ ദൈവം കരുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ കരുതാൻ ദൈവം വിശ്വസ്തനാണ്. മോശയുടെ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളാണ്. ഒന്ന്, മോശ ജീവിക്കുന്നത് ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് കൊട്ടാരത്തിൽ ജീവിക്കുക. ശ്രദ്ധിക്കണം, ഈ 3 ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്നു. അടുത്ത 40 വർഷം ജീവിക്കുന്നത് അദ്ദേഹം മരുഭൂമിയിലാണ്. അടുത്ത 40 വർഷം ജീവിക്കുന്നത് അദ്ദേഹം മരുഭൂമി ജലത്തെന്ന ആദ്യത്തെ 40 വർഷം ശ്രദ്ധിച്ചേക്കണേ. ഫെബ്രുവരി ലേഖനത്തിന്റെ ഒരു ഭാഗത്തിലുണ്ട്, വിശ്വാസത്തെ മോശ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിനടുത്ത്. ശ്രദ്ധിക്കണം, 40 വർഷം മോശ ജീവിച്ചു, 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിച്ചു. നല്ല സുഖമായ ജീവിതമാണ്. എന്റെ ഒരു അധ്യാപകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വന്നൊരു പ്രോട്ടോകോൾ ഉണ്ട്. നമ്മുടെ പണ്ട് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന KR നാരായണൻ സാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ മാതാവ് ആഹാരം കൊടുത്തു പറഞ്ഞു. ഉടനെ സെക്യൂരിറ്റി പറഞ്ഞു സാറിന് കഴിക്കാൻ പറ്റും, കാരണം പ്രോട്ടോകോളാ.
അവിടുത്തെ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി നൽകുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റൂ. അങ്ങനെ 7 ദിവസം പ്രസംഗിച്ചാൽ തീരാത്ത പ്രോട്ടോകോൾ ഒരു മനുഷ്യനാണ് മോശ. എന്ന മോശ ശ്രദ്ധിച്ചേക്കണേ, പാപത്തിന്റെ തൽക്കാലം ശ്രദ്ധിക്കണം. മോശ മരിച്ചാൽ അന്ന് ശ്രദ്ധിക്കണം, ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് പലർക്കും പള്ളിയിലേക്ക് തിരികെ പോകണം. പലർക്കും വിടുതലുണ്ടായില്ലെങ്കിൽ, പലർക്കും വിടുതലുണ്ടായില്ലെങ്കിൽ പലരും തിരികെ പോകുന്ന ഒരു കാലഘട്ടത്തിനകത്ത് ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ആ മോശ എന്ന മനുഷ്യന് പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും എന്ന് പറഞ്ഞാൽ അല്പമായ ജഡത്തിന്റെ സുഖത്തിലും അന്ന് ലഭിക്കുന്ന രാജകീയ കൊട്ടാരത്തിനകത്ത് കിടക്കേണ്ട പൗടികളും അതെല്ലാം വിട്ടിട്ട് ക്രിസ്തുവിന് വേണ്ടി കഷ്ടസഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അത് നിമിത്തമാണ് ശ്രദ്ധിക്കണേ, അദ്ദേഹം മോശ മരിച്ചെങ്കിൽ ഇത് ശ്രദ്ധിച്ചേക്കണമെന്നല്ലോ, ഈജിപ്തില് ഫറവോന്മാർ കിടക്കുന്ന മമ്മിയായിട്ട് കിടന്നേനെ. എന്നാൽ ശ്രദ്ധിക്കണേ, യേശു കത്ത മറുവ മലയ്ക്കകത്ത് പ്രാർത്ഥനാ മുറി പ്രാർത്ഥിക്കാൻ കയറിയപ്പോ പത്രോസിന് യോഹന്നാനും യാക്കോബിനും കൂടെ പ്രാർത്ഥിക്കാൻ മറുവക്ക് എന്നപ്പോ തേജസ്കരിക്കപ്പെട്ടൊരു മോശ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രി മോശ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഒരു ഫറവോനായിട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ മമ്മിയായിട്ട് തീർന്നേനെ. എന്നാൽ ഇന്ന് രാത്രി ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ നീ തയ്യാറാകുന്നു, കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്നു, നിനക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കും. ഇന്ന് രാത്രി ആ ദൂതനെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഈ ഭൂമി കാണും താൽക്കാലികം, കാണാത്തോ നിത്യ ശ്രദ്ധിച്ചേക്കണേ. കഴിഞ്ഞ ദിവസം ഒരു ദൈവാസന ആത്മവിവേശത ഉണ്ടായി. അവർ കുറച്ച് പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മവിവേശത ഉണ്ടായി. ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ഇങ്ങനെ ഓടുകയാണ് പല കാര്യത്തിന് വേണ്ടി. അവൻ കണ്ടൊരു കാര്യം എങ്ങനെയാണ്, ആ കുഞ്ഞൊരു 16 വയസ്സുള്ള പയ്യനാണ്. അദ്ദേഹം ആത്മവിശ്വാസം സ്വർഗത്തിൽ അതിലേക്ക് ചെന്ന് കണ്ടപ്പോ കോടിക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ചിലരെ മാത്രം സ്വർഗത്തിലേക്ക് കയറ്റി, ബാക്കിയുള്ള ആൾക്കാരെ വലിയ കഠിനമായ കല്ല്, വലിയ ഭാരമേറിയ ചങ്ങല കൊണ്ടുവന്ന് കൊണ്ടുപോയി അഗാധമായി ഗർത്തത്തിൽ കൊണ്ടിടുന്നു. ഇന്ന് രാത്രി നിത്യജീവനെ കുറിച്ചുള്ള വെളിപ്പാട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് ചിന്തിച്ച ദൈവം, നിങ്ങൾ പെന്തിക്കോസ്ത് സഭയിലെ പാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലീഡർ ആയിരിക്കാം, ഏതെങ്കിലും സഭയിൽ മെമ്പർഷിപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കാം. ശ്രദ്ധിച്ചേക്കണം, അതിനകത്ത് ചിന്തിക്കുന്ന നിങ്ങളുടെ നിത്യത ഇന്ന് രാത്രി തീരുമാനിക്കേണ്ടത് ഇവിടെ വെച്ചാ. ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് കയറാൻ, സ്വർഗത്തിൽ തമ്പുരാനോട് കൂടെ ജീവിക്കാം. മോശയ്ക്ക് പാപത്തിനെക്കാട്ടി വലുത്, ഫറവോന്റെ കൊട്ടാരത്തിലെ പദവിയെക്കാട്ടി വലുത് ക്രിസ്തുവായിരുന്നു. ഇന്ന് രാത്രി നീ ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാക്കിയ, കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാക്കിയ, ഈ ഭൂമി മാത്രമല്ല കോടാനുകോടി വർഷം ജീവിക്കുന്ന സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മ പറയുന്ന ദൂതിതാണ്, നിന്റെ പാപത്തിനോട് നോ പറട്ട്. യോസേഫിനെ അവരെ വിട്ടുവിടാൻ തയ്യാറാക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പാപത്തെ കുറിച്ച് നീതിയെ കുറിച്ചും ആയ ഒരു വിശുദ്ധമാവുന്ന ഒറ്റ ദൂതാണ്. ഇന്ന് രാത്രി നിനക്ക് നിത്യജീവൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോ ഈ കർത്താവ് സ്വർഗത്തിൽ നമ്മളിപ്പോ കാറ് വാങ്ങിക്കും, ബെൻസ് വാങ്ങിക്കും എന്നൊക്കെ വിളിച്ചാൽ പറഞ്ഞാൽ ഇവിടെ ആൾക്കാരെല്ലാം ഓടി കയറും. പക്ഷെ സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞാൽ ആൾക്കാരൊന്നും വരാൻ പാടില്ല. കാരണം സ്വർഗത്തിൽ പോകാനാ, കാരണം ഈ ദൈവം ഭൂമി വണ്ടി തരും, വാഹനം വസ്തുവാകൽ എല്ലാം തരും. അതൊക്കെ ഈ ഭൂമിയുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ നമുക്ക് കോംപ്ലിമെന്ററി പ്രൈസുകളാ. അതൊക്കെ നമുക്ക് ഇവിടെ ജീവിക്കാൻ കത്താവുന്ന കാര്യം. പക്ഷെ നമ്മുടെ നിത്യതയാണ് ഏറ്റവും വലിയ കാര്യം. മോശ മരിച്ചു പോയിരുന്നെങ്കിൽ ശ്രദ്ധിച്ചേക്കണേ, ഇന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പലരും പള്ളിയിലേക്ക് തിരികെ പോകും. എന്തിനറിയാമോ? അവർക്ക് നല്ല ശവക്കലറയാ, ആ ശവക്കോട്ട നല്ല മാർബിൾ കിട്ട നല്ല ശവക്കോട്ട കിട്ടും. പക്ഷെ അതൊന്നും ഉയർപ്പിന് കാരണമാകത്തില്ല. അതൊന്നും ഈ ഭൂമിയിലെ ശവക്കോട്ടകളാ. പക്ഷെ ഉയർപ്പിനാണ്, തേജസ്കീർണത്തിന് നാം വിളിക്കപ്പെടും. രാത്രി കർത്താവിന് വേണ്ടി നിന്നാൽ ആ മോശയെ പോലെ രാത്രി ഉയർത്തപ്പെടാൻ സാധിക്കും. മടങ്ങി വരാം. ഈ മോശയുടെ അടുത്ത 2 ഘട്ടം ശ്രദ്ധിക്കണേ. 40 വർഷം നന്നായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിനകത്ത് ഈ മനുഷ്യന് തന്റെ കായിക ബലം കൊണ്ട് ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന്, ബുദ്ധി കൊണ്ടോ ഭൗതികമായ തലങ്ങൾ കൊണ്ടോ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങി ഇപ്പോൾ ലോകം മുഴുവൻ കീഴ്മ മറിക്കുമെന്ന് പറഞ്ഞ് ഇടുക്കിയിലേക്ക് പോയതാ. ശ്രദ്ധിച്ചേക്കണം, 10 വർഷം 2014 ബൈബിൾ കോളേജിൽ 3 വർഷം BTH കഴിഞ്ഞ് 2014 ഇടുക്കിയിൽ ഉപ്പുതോട് എന്ന സുവിശേഷ വേലയ്ക്ക് ഞാൻ പോയത്. ഇപ്പോൾ എന്തൊക്കെ മറിക്കുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതാ. ഞാൻ ചെന്ന് നോക്കി ട്രാക്ട് കൊടുക്കുന്നു, മല കയറി പോകുന്നു. ശ്രദ്ധിച്ചേക്കണം, ഈ കൊല്ലം പട്ടണത്തിൽ ജീവിച്ച ഞാൻ ഇടുക്കിയിലെ ഗ്രാമപ്രദേശത്ത് ചെന്ന് മല കയറിപ്പോയി, ആവേശ നിമിത്തം കയറിപ്പോയി. മഴക്കാലമാണ്. കയറിപ്പോയിട്ട് തിരികെ വന്ന മനസ്സിലായത് എനിക്ക് നടക്കാൻ പറ്റത്തില്ല. ഇറങ്ങി എങ്ങനെയൊക്കെ വന്നു, തെന്നി സ്ലിപ്പായിട്ട് പോയപ്പോ അവിടെ തോടുണ്ടായിരുന്നു. അത് വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചത് മുള്ളുമുറിക്കുക, കൈ കീറിപ്പോയി. ശ്രദ്ധിക്കണം, അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മാനുഷികമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും ഒന്നും നടക്കത്തില്ല. മോശയെ പോലെയായിരുന്നു. ശ്രദ്ധിച്ചു വെക്കണേ, ഭയങ്കര ആവേശമായിരുന്നു, ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ ജഡത്തിനകത്തൊന്നും നടന്നില്ല. അടുത്ത കുറെ വർഷങ്ങൾ 6 വർഷം ഞാൻ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ആ 6 വർഷം 7 വർഷം 8 വർഷം 10 വർഷമൊക്കെ ആയി. അങ്ങനെ കാലഘട്ടം കഴിഞ്ഞപ്പോ ഈ ജഡമൊക്കെ ഒന്ന് പൊളിഞ്ഞു. ജഡത്തേക്ക് കർത്താവ് ഒടിച്ചിട്ട് ആത്മാവിനെ വളർത്താൻ തുടങ്ങി. ശ്രദ്ധിക്കണേ, നമ്മുടെ ഈ ജഡത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. ഈ ജഡത്തിനകത്ത് എപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഈ ജഡത്തിനൊക്കെ സഞ്ചരിക്കാൻ പരിമിതികളുണ്ട്. പക്ഷെ ആത്മാവിലെ ജീവിതം എന്ന് പറയാമോ, ഇന്ന് രാത്രി ഇവിടുന്ന്
പ്രാർത്ഥിക്കുമ്പോഴും ഏത് സ്ഥലത്ത് നിന്ന് എന്റെ ഓഫീസിൽ നിൽക്കുന്ന ഏത് പ്രശ്നത്തെ ഏത് ഫയലിനെ നീക്കാം എന്റെ ആത്മാവിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇന്ന് രാത്രി പറയട്ടെ, ഞാൻ ഒരിക്കൽ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്കൊരു ദൈവം ഒരു കുഞ്ഞിന്റെ പേര് വെളിപ്പെട്ടു. പക്ഷെ ഉദാത്മാവ് പറഞ്ഞു ഇന്ന വാക്കി അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ആത്മാവ് എന്നോട് പറഞ്ഞു അയച്ചു കൊടുക്കാം. അവൻ ഒരു ഏഷ്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് ഏതോ സ്ഥലത്ത് അവൻ ഒരു ഗ്രാമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞാണ്. അവൻ ആകെ ഒരു ഭാരപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിനകത്ത് അവൻ ഈ വചനത്തെ കേട്ടപ്പോ ഒരു കൊച്ചിന്റെ ഒരു വലിയ എന്റെ അടുത്ത് പ്രായമുള്ള കുഞ്ഞാണ്, സഹോദരനാണ്. അവനൊരു വലിയ കൊച്ചുകൊള്ളതാ. പക്ഷെ അവന് കൊച്ചിനെ പോലെ കരയാ, ഒരു കുട്ടിയെ പോലെ. എന്തിനറിയാമോ? അവൻ ആകെ നീറിപ്പോണ്ടുന്ന വിഷയത്തിനകത്ത് ആത്മാവ് എന്നെ അവിടെ കൊണ്ടുപോയി അവന്റെ വിഷയത്തെ കുറിച്ച് ഇടപെടാനിടയായിരുന്നു. രാത്രിയില് നിന്റെ ശരീരത്തിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടാകാം, ശരീരത്തിലെ പരിമിതികൾ ഉണ്ടാകാം, വിദ്യാഭ്യാസ കുറവുണ്ടാകാം, ചിലപ്പോൾ നിനക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിന്റെ ആത്മാവിന് പരിമിതിയില്ല. നിന്റെ ശരീരത്തിന്റെ പരിമിതി ഉണ്ടാകാം, എന്റെ ബുദ്ധിക്ക് പരിമിതി ഉണ്ടാകാം, സമ്പത്തിന് പരിമിതി ഉണ്ടാകാം. പക്ഷെ നിന്നൊരു ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യൻ എന്താ പറയാ, ആത്മമനുഷ്യന് അതിനൊരു പരിമിതിയില്ല. രാത്രി നീ ആത്മാവിൽ ചെന്ന് പറ, എന്റെ ഫയലുകൾ നീങ്ങട്ടെ, എന്റെ ജോലി മൂവ് ആകട്ടെ, എന്റെ തലമുറയ്ക്ക് ഭാവി ഉണ്ടാകട്ടെ, എന്റെ തലമുറ സൗഖ്യം പ്രാപിക്കട്ടെ, എന്റെ കുഞ്ഞിന്റെ ഭാവി തുറന്നു വരട്ടെ. ഈ മോശ അടുത്ത 40 വർഷം കിടക്കുന്ന മരുഭൂമിയില്ല, എല്ലാ ബുദ്ധി അടിച്ചു കൊന്നു. അങ്ങനെ ഫറവോൻ വിചാരിച്ചു, സഹോദരങ്ങൾ വിചാരിച്ചു ഇപ്പൊ ഞാൻ അവിടുത്തെ ഇസ്രായേലിന്റെ ലീഡർ ആകുമെന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചു നീ ആരടാവേ, നിന്നെ ആരെ വിളിച്ചിടാന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ആട്ടി വിട്ടു. അടുത്ത 40 വർഷം പാപം എവിടെ കിടക്കുക? ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് നല്ല രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നൂഡിൽസ് കഴിച്ചുകൊണ്ടെന്ന് അച്ചായ, ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി കഴിച്ച്, വൈകിട്ട് കുഴിമന്തിയും കഴിച്ച് കിടന്ന അച്ചായൻ അങ്ങ് 40 വർഷം അടുത്ത വർഷം മരുഭൂമി കിടക്കും. ഈ 40 വർഷം ആകെ ഉടഞ്ഞ് ദർശനം നഷ്ടപ്പെട്ടു, ശുശ്രൂഷ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഈ അപ്പച്ചൻ നടക്കുമ്പോൾ 80-ാമത്തെ വയസ്സ്, നമ്മൾ ശ്രദ്ധിക്കാൻ 60 വയസ്സ് കഴിയുമ്പോഴേ നമ്മുടെ ആൾക്കാർ പറയും, 40 വയസ്സ് കഴിയുമ്പോൾ ഭാഷ പെട്ടിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് എപ്പോഴാണെന്ന് അറിയാം. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ 40 വയസ്സ് കഴിയുമ്പോൾ ഭാഷ ഞാൻ പോകാൻ എൻ്റെ അടുത്ത് ഒരിക്കൽ അച്ഛൻ പറഞ്ഞു ഞാൻ മരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ പോയ ശേഷം മരിച്ചു, ഈ 3 വർഷത്തിൽ നിങ്ങളുടെ മരണത്തെ ഞാൻ ക്യാൻസൽ ചെയ്യും. ഇപ്പൊ 3-ാമത്തെ വർഷം തീരാറായി, എങ്ങനെയെങ്കിലും പോകണം. ശ്രദ്ധിച്ചേക്കണേ, ഈ ചിലർക്ക് മരിക്കാനേ നിങ്ങൾക്ക് ഇഷ്ടം, മരണത്തോട് അടുത്ത് വരുമ്പോൾ പേടി, കാരണം നരകത്തിൽ പോകുന്ന അറിയാം. അപ്പൊ ശ്രദ്ധിച്ചേക്കണം, അടുത്ത 40 വർഷം പാവപ്പെട്ട മരുഭൂമി കിടന്നങ്ങ് നരകിക്കും. അമ്മായപ്പന്റെ രാത്രി അതിരാവിലെ ഇറങ്ങി, ഭാവിയിലൊന്നും ഇല്ല, നമ്മുടെ ഭാവനയിൽ അങ്ങ് പറയുക. 40 വർഷത്തെ ജീവിതം അമ്മായപ്പന്റെ മുഖം കണ്ട പുള്ളിക്ക് പേടിയാ. സ്വന്തമായി വീടില്ല, ഭാര്യ വീടില്ല, കിടക്കുന്നത്. ശ്രദ്ധിച്ച് അങ്ങനെ അടിമത്തവാ. ഈ അടിമത്തത്തിനകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ എപ്പോഴും സ്ട്രഗിൾ, എന്ത് ചെയ്താലും കുറ്റമോ, എന്ത് പറഞ്ഞാലും വേദനയാ, എന്ത് പറഞ്ഞാലും അപവാദം. ഇങ്ങനെ കേട്ട് 40 വർഷം കൊണ്ട് പുള്ളി ആകെ നിൽക്കുന്ന അവസ്ഥയുടെ 80-ാമത്തെ വയസ്സ്. ശ്രദ്ധിക്കണേ, നമുക്ക് നമ്മുടെ ഇന്നത്തെ കാലത്ത് 20 വയസ്സായ 18 വയസ്സുള്ള ചെറുക്കനും കസേരയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ 25 വയസ്സുകാരന് മലയെ കയറാൻ പാടുപെടുന്ന കാലഘട്ടം. ഉൾപ്പെട ബിജുവങ്ങളെ ഇപ്പൊ 80 വയസ്സായ ആൾക്കാർ എപ്പോഴും പറഞ്ഞ 2 വീൽ ചെയറിലാണ് നടക്കുന്നത്. എയർപോർട്ടിൽ ചെന്നാൽ അവർക്ക് നടക്കാൻ വീൽ ചെയറിലാണ് കൊണ്ടു നടക്കുന്നത്. അങ്ങനെയാണ് കാലഘട്ടത്തിൽ 80-ാമത്തെ വയസ്സിൽ ഒരു മനുഷ്യന്റെ മേല് ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കപ്പെട്ട നിന്നെ വാർദ്ധക്യത്തിന്റെ ഫലം പച്ചപ്പൊഴിച്ചും പുഷ്പിച്ച് നിന്റെ യവനം കഴുകനെ പോലെ പുതുകി വരും. യവനം കഴുകൻ പോലെ പുതുകി വരും. വചനം അങ്ങനെ പറഞ്ഞു, വാർദ്ധക്യത്തിലും ഫലം കഴിക്കുന്ന അബ്രഹാമിന്റെ മക്കളാണ് നമ്മള്. ശ്രദ്ധിച്ചേക്കണം, 80-ാമത്തെ വയസ്സിൽ എല്ലാം നഷ്ടപ്പെട്ടത്. ഇനി എന്നെ കൊണ്ടൊന്നിനും പ്രയോജനമില്ല, ഇനി എല്ലാം അവസാനിച്ചെന്ന് മനുഷ്യൻ ജീവിതത്തിനകത്ത്. എന്റെ ഭാഷയെ പറഞ്ഞാൽ, ഞാൻ അങ്ങനെ പറഞ്ഞോട് സീനിയർ ഭാഷ എനിക്ക് 50 വയസ്സ്, ഞാൻ പറയും 80-ാമത്തെ വയസ്സില മോശയ്ക്ക് സുവിശേഷ വേലയ്ക്ക് വിളിയിട്ടു. ബിജുവകൾ 80-ാമത്തെ വയസ്സ് സുവിശേഷ വേലയ്ക്ക് വിളിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞപ്പോ ഈ മോശ ഏറിയാൽ 80 പെട്ടിയിലേക്ക് കയറാൻ പ്രായമായ സമയത്ത് സുവിശേഷ വേലയ്ക്ക് വിളിയിട്ടു. ചിന്തിച്ചു നോക്ക് 80-ാമത്തെ വയസ്സില് ഇപ്പൊ 25 വയസ്സുള്ള ഇപ്പൊ നമ്മുടെ സഭകളെല്ലാം 50 വയസ്സുള്ള 65 വയസ്സുള്ള ഭാഷമാരൊന്നും വേണ്ട തരുന്നത്. അപ്പൊ ആ പ്രായമുള്ള ഉപദേശിമാരൊന്നും ഞങ്ങളുടെ സഭകൾക്കൊന്നും വേണ്ട. അപ്പൊ ഈ 80-ാമത്തെ വയസ്സിൽ ഒരു പാസ്സായിട്ട് വരുന്ന ഒരു മനുഷ്യൻ ചിന്തിച്ചു അംഗീകരിക്കാൻ പറ്റും? 80-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ സുവിശേഷ വേലയ്ക്ക് വിളിയും. ഈ മനുഷ്യന് വലിയ ടാസ്ക് എന്ന് പറയുന്നത് സാധാ ഒരു കളിയൊന്നുമില്ല. മിസ്രൈമിൽ നിന്ന് എന്റെ ജനത്തെ വിടുവിക്കാൻ, എന്റെ നിലവിളി ഞാൻ കേട്ടു, എന്റെ കണ്ണുനീർ കണ്ടു, അവരെ കണ്ണുനീർ കണ്ടു, വിടുവിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പൊ ദൈവത്തിന്റെ ജനത്തിന് നിലവിളി കേട്ടു. ഇവിടെ നിന്ന് ആൾക്കാർ നിലവിളിച്ചാൽ
നമ്മളിപ്പോ ഈ സൂമിനകത്തിരുന്ന് അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ച ആരൊക്കെ കരഞ്ഞ് എല്ലാവരും അറിയും. പക്ഷെ റൂമിനകത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ നെടുവീർപ്പ് പോലും ഞാൻ അറിയുന്നു. ശ്രദ്ധിക്കണം, നെടുവീർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തുനിന്ന് ഒരു പെയിൻ മേലോട്ട് പോവാം. ആ പെയിന് അതുപോലെ സ്വർഗത്തിൽ എത്തുന്ന ബൈബിൾ പറഞ്ഞു. അപ്പൊ ദൈവജനം 400 വർഷമായിട്ട് കിടന്ന തലമുറ നരകിക്കുക എന്ന് പറഞ്ഞാൽ, നരകിച്ചെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ചില ആൾക്കാർ ബെഡ്രിഡനായി മരിച്ച് എന്ന് പറഞ്ഞാൽ മരിച്ചോ ഇല്ല ജീവനും ഇല്ലാതെ കിടന്ന് നരകിക്കെന്ന് പറയുന്നത്. അതേ കണക്ക് നരകയാതന അനുഭവിക്കുന്ന ഒരു ജനം, അടിമത്ത ചങ്ങല. അവർക്ക് യുദ്ധം ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല, കഴിവില്ല, അവർക്ക് സമ്പത്തില്ല, അവർക്ക് പോരാടാൻ വാളില്ല, പരിചയമില്ല. പക്ഷെ ദൈവം മോശയോട് പറയുക, എന്റെ ജനത്തെ വിടുവിക്കാൻ പുറപ്പെട്ടു. ഈ മോശ പോകുന്നത് സിമ്പിൾ ടാർഗറ്റ് ഒന്നുമില്ല. നിങ്ങൾ ഇത് ഈജിപ്റ്റാണ്, ഫറവോനീയമായ മണ്ഡലത്തിൽ നിൽക്കുക. ഈ ബൈബിളെല്ലാം നിങ്ങൾ വായിക്കുമ്പോൾ ഈജിപ്തിന്റെ ആഭിചാര ശക്തികൾ, നമ്മുടെ ഈ മോശ പോകുന്നത് ഒരു വടിയുമായിട്ടാണ്. ആദ്യത്തിന് വാളില്ല, പരിചയമില്ല. അയാന്താ ഞാനാകുന്നവൻ ഞാനാകുന്ന അല്ലിച്ച് ദൈവം വരാൻ പറഞ്ഞ ആ വാക്ക് അതേ കണക്ക് വിശ്വസിച്ച് ആ വടിയായിട്ട് അവിടെ ചെല്ലും. അവിടെ ചെന്ന് കയറുന്നത് നമ്മുടെ ഇവിടെ കണക്ക് ചർച്ചിൽ വന്ന് 10 മണിക്ക് വന്ന് 12 മണിക്ക് സൂചിച്ച് പോകുന്ന കണക്കല്ല. 2 കാലം നടന്നു പോയ തിരികെ ഡെഡ് ബോഡി ആകുന്ന കാലഘട്ടം. ജീവനോടെ പോകുന്നവൻ ശവശരീരമായിട്ട് ഇങ്ങനെ പുറത്തു വരുന്നൊരു കാലഘട്ടം. ഞാൻ എക്സാമ്പിൾ മോഡേൺ വേൾഡിൽ സംഭവിച്ചൊരു കാര്യമോ, പണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് കുറെ സായിപ്പുമാര് ഈജിപ്തിൽ ഫറവോന്റെ മമ്മി കാണാൻ പോയപ്പോ ഇവർക്ക് ആഗ്രഹം അകത്ത് കയറി ഒന്ന് കാണണം, ടൈറ്റ് സെക്യൂരിറ്റി ഒക്കെയാ. അവരെല്ലാം ഭേദിച്ചുകൊണ്ട് ഈ സായിപ്പുമാരകത്ത് കയറി ഫോട്ടോ ഒക്കെ എടുത്ത് നാട്ടിൽ തിരിച്ച് യൂറോപ്പിലേക്ക് രാജ്യങ്ങളിലേക്ക് പോയി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോഴ് അദ്ദേഹം കാണുന്ന ഒരു കാര്യം എന്ന് പറയാമോ, അവിടുത്തെ പത്രം ഈ മുഴുവൻ പോയ ആൾക്കാരെല്ലാം ആ റൂമിനകത്ത് പാമ്പ് കൊത്തി വായി കൊത്തിയ അടച്ചിട്ട് റൂമിനകത്ത് പാമ്പ് കൊത്തി മരിച്ചു. അങ്ങനെയുള്ള ഒരു ആഭിചാരത്തിന്റെ മണ്ട നിൽക്കുന്ന ഒരു മണ്ടത്തിനകത്ത് എന്റെ പ്രിയമുള്ള ദൈവമൊക്കെ ശ്രദ്ധിക്കണേ, ആ മണ്ണിലേക്കാണ് ആഭിചാരത്തിന്റെ ശക്തിയെ തകർക്കാൻ ദൈവം മോശയെ അയക്കും. കേരളത്തിലാണെങ്കിൽ ഞാൻ ഈ ഒത്തിരി പേര് നമ്മളെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നുണ്ട് പറയാം, ഈ മഞ്ഞപ്പൊടിയും വാഴയിലേക്കകത്ത് മഞ്ഞപ്പൊടിയും ഒരു തുട്ടും കണ്ട പിന്നെ നമ്മുടെ സഹോദരിമാർക്കൊന്നും അന്നത്തെ ദിവസം ആഹാരം ഇറങ്ങത്തില്ല. കാരണം അതിനെ കർത്താവിനെയും കാട്ടി വലുതാണ് ആ കാര്യം. ഇതിനൊക്കെ പവറുണ്ട്, പക്ഷെ അതിന്റെ മേലിലുള്ള സാധനം നമ്മുടെ അകത്തിരിക്കും. ഞാനിതെല്ലാം കഴിഞ്ഞ ആഴ്ച ഒരു പൈരടുത്ത് ചോദിച്ചാൽ പറയും എനിക്ക് പേടിയാന്ന് പറയും, കാരണം അഭിഷേകം ഇല്ലാത്തതുകൊണ്ട്. കാരണം ഇതിന്റെയൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരന്റെ വീടിനകത്ത് ഒരു ദിവസം വന്ന നിന്റെ വീട്ടിൽ കിണർ പറ്റിക്കാൻ പറയും. കിണർ പറ്റിച്ച് നോക്കിയപ്പോ അതിനകത്തൊരു പൂച്ചയെ കൊന്ന് മുഴുവൻ ചരട് കെട്ടി അത് അഴുകി ആ വെള്ളം ഈ ദേവവാസമൻ ദൈവമക്കളും കുടിച്ചു. ഒരു കുഴപ്പം. പക്ഷെ ഇത് അറിഞ്ഞ ഇവരെല്ലാം ഭയപ്പെട്ടതിന്റെ അടിമയായിപ്പോ. ഒന്നും കൂടെ പറയാം, ബിഷപ്പ് ബെൻസൺ ഹിഡാഹോഷ എന്ന ഒരു ആഫ്രിക്ക ജീവിച്ച ഒരു ദൈവാസം, മരിച്ച ഉയർത്തനിപ്പിച്ച ദൈവാസം, അദ്ദേഹത്തിന്റെ ലോകത്തിന്റെ മന്ത്രവാദി സമയം നടക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് പത്രങ്ങളിൽ വന്നു. അദ്ദേഹം TV കൂടെ അനൗൺസ്മെന്റ് ചെയ്തു, ഞാൻ ഈ പരിപാടി ക്യാൻസൽ. പിറ്റേ ദിവസം മന്ത്രവാദി പറഞ്ഞു ഈ പരിപാടി ക്യാൻസൽ എന്ന് പറഞ്ഞാൽ മന്ത്രവാദത്തിന്റെ മേലിൽ പവറുള്ള ചർച്ച. ഇതിന് പവർ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഞാൻ ഒരിക്കലും ഒരു വീട്ടില് ഒരു സ്നേഹിതനായ ദൈവാസന്റെ വീട്ടില് അദ്ദേഹം ഒരു വീട്ടിൽ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു, ശുശ്രൂഷിക്കാൻ വേണ്ടി വിളിച്ചു. അവർ വേറും തീരെ പാവപ്പെട്ട് ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് പ്രസംഗ അവസരം തന്നപ്പം അതിനെ പ്രസംഗിച്ചുകൊണ്ട് ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞെങ്കിൽ തുടങ്ങി വന്നപ്പം അവിടുത്തെ പെങ്കോച്ചിന് ഭൂതം ഉളകിയപ്പം ഭൂതത്തോട് ചോദിച്ചു കാര്യങ്ങൾ വെച്ച് എന്നെ ഇതെല്ലാം വെളിപ്പെട്ട പറഞ്ഞു. ഈ പെണ്ണ് 18-ാം വയസ്സ് ഇറങ്ങിപ്പോയതാണ്. 23-ാം വയസ്സ് ഒരുത്തരം 5 വർഷം കല്യാണം കഴിക്കാൻ ജീവിച്ച് വീട്ടിൽ തിരിച്ചു വന്നു. 13-ാമത്തെ വയസ്സിൽ ഇവർക്ക് ഒരു മുട്ടായി കൊടുത്തതാണ്. ആ മുട്ടായാണ് അവളെ എല്ലാം നിയന്ത്രിച്ചത്. അടുത്തത് പറയാം, ഒരു കുഞ്ഞിന്റെ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഒരു പേപ്പർ കിട്ടില്ല. 4-ാം വർഷം പഠിച്ച് പൂർത്തീകരിച്ചു. പക്ഷെ 4-ാം വർഷം പേപ്പർ ജയിക്കണമെങ്കിൽ 1-ാം വർഷത്തെ പേപ്പർ ജയിക്കണം. പലരും പ്രാർത്ഥിച്ച വിഷയമാണ്. ആ പെണ്ണിന്റെ കൈവശം ഇളകി, അതെല്ലാം ഛർദ്ദിച്ചു പോയി.
അവൾ ആ വർഷം ജയിച്ചു. ഇങ്ങനെ പിശാച് പല രീതിയിലും പലരെയും കുടുംബങ്ങളെ ബന്ധിച്ചിരിക്കുക. ആഭിചാര നിമിത്തം, മന്ത്രവാദങ്ങൾ നിമിത്തം, ഇതിനെല്ലാം പവർ പല കുടുംബങ്ങളുടെ ഭാവി, കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ ആരോഗ്യം, പലരുടെ ആരോഗ്യ മണ്ഡലങ്ങൾ, പല സാമ്പത്തിക മണ്ഡലങ്ങൾ, പലരുടെ ബിസിനസ്സുകൾ, ഇതെല്ലാം ഇതിന്റെ മേലിൽ കിടന്ന് പലരും ബന്ധിച്ചു കൊണ്ടിരിക്കും. ഇന്ന് രാത്രി അതിന്റെ തകർക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ അകത്തുണ്ട്. ഞാനിത് പറയുന്നത്, ഇത് ഒരു സൂമാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആൾക്കാരെ കണ്ടെത്താനും പറയാനൊക്കെ പറ്റുമെങ്കിൽ ഇത് ഡിഫിക്കൽട്ടി. എൻ്റെ ഫോൺ ശ്രദ്ധിച്ചേക്കണം. ഈ പണ്ട് രണ്ടുപേരിങ്ങനെ ഒരു ട്രെയിനിനകത്ത്, ഒന്ന് ഒരു തുലുക്കനും ഒരു യാക്കോബക്കാരൻ അച്ഛൻ. ഈ യാക്കോബക്കാരൻ അച്ഛൻ തുലുക്കൻ ചോദിച്ചു, അച്ഛ ഇപ്പൊ അല്പം കൂടോത്രം പഠിപ്പിക്കും. കൂടോത്രം അപ്പൊ അച്ഛൻ ചിരിച്ചോണ്ട് പറഞ്ഞ ചെറുതായിട്ട് കൂടോത്രം പഠിപ്പിക്കുന്നു. എന്നാ ഈ കലവല പറയുന്ന ആൾക്കാരുടെ എന്താ ഇത്? ഇതാണ് ആ കലവൽ. ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് എന്നൊരു മേഖല പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി. അതൊക്കെ പിന്നെ പറഞ്ഞു, അത് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞു. ആത്മീയ അന്ധത. കഴിഞ്ഞ ദിവസം ഒരു മലബാറിന്റെ ഒരു പാസ്റ്ററിനെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിഷയം പ്രാർത്ഥിക്കാൻ വിളിച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവിന് പറഞ്ഞു ഇദ്ദേഹത്തിന് ആത്മീയ അന്ധത എന്ന് പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു. എനിക്ക് ഭാഷ, ഞാൻ ബന്ധുക്കോസ് ഭാഷ, പക്ഷെ ഇതെനിക്ക് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ വിശ്വാസമില്ല. അതും അദ്ദേഹത്തിന്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞു. നിങ്ങൾക്ക് ഒരു ഭാഷയോ നിങ്ങൾക്കുണ്ടോ, ആ ഭാഷ നിങ്ങൾ പറയാൻ തയ്യാറാകണം. ഞാൻ ഈ ഒരു പ്രൊഫറ്റിക്കൽ മീറ്റിംഗ് കണ്ട് ആ തലത്തിൽ എനിക്ക് നേരിട്ട് കയറാം. സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. മെനെ തെക്കേ ഊഫസിൽ നിന്ന് ഒരു വാക്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദാനിയേൽ പ്രവചനത്തിൽ കാണാൻ സാധിക്കും 5:22. ദാനിയേൽ പ്രവാചകൻ ഈ വാക്യം വായിച്ചു, അതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ 70 വർഷത്തെ ജനത്തിന്റെ അടിമത്തത്തെ പൊട്ടിച്ചു, പ്രവാസം അടിച്ചു. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അന്യഭാഷ നിങ്ങളുടെ അകത്ത് കീ വേർഡുകളാണ്. നിങ്ങൾ പറയുന്ന അന്യഭാഷ, നിങ്ങളുടെ ദൈവാത്മ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വാതിലുകൾ തുറക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞങ്ങളുടെ ഒരിക്കലും അദ്ദേഹത്തിന്റെ വിമാനത്തിൽ അദ്ദേഹം ഇത് വിശ്വാസലേ ഇല്ല. അദ്ദേഹം പറഞ്ഞ ഒരിക്കലും സഹോദരി ഭർത്താവ് എപ്പോഴും കളിയാക്കുക, ഇവർക്ക് ഒരൊറ്റ വാക്കേ ഉള്ളു. ഇദ്ദേഹം ഹാർട്ട് രോഗിയായി, അദ്ദേഹത്തിന് ഹാർട്ട് രോഗം മാറണം എന്ന് പറഞ്ഞ ഈ അന്യഭാഷ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ അകത്ത് നിൽക്കുന്ന അഭിഷേകം, ആത്മാവിന്റെ ഭാഷ, നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീടിനകത്ത് നടന്ന് പറയുക. 24 മണിക്കൂറും പറയാൻ അത്രയും, നിങ്ങൾ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുക അത്രയും പറയാൻ തയ്യാറാകും. നിങ്ങളോട് പറയാം, നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ വീടിനകത്ത് ഒരു മന്ത്രവാദത്തിനോ ഒരു ആഭിചാരന്മാർക്കോ അതിനെ ശക്തി വെളിപ്പെടുത്താൻ കഴിയത്തില്ല. അപ്പൊ ഈ ആ മന്ത്രവാദികൾക്ക് പോലും, തുളുക്കന്മാർക്ക് പോലും ഈ കാര്യം വെളിപ്പെട്ടിട്ട് പെന്തിക്കോസുകാരായ സഭക്കാർക്കും ദൈവമക്കൾക്കും ഭാഷമാർക്കും ഒന്നും ഇത് അറിയത്തില്ല. ഇരുവങ്ങളെ പണ്ടൊരിക്കൽ യാക്കോബക്കാരൻ അച്ചായൻ ഒരു ആഗ്രഹം, ഈ താറശീറ്റ്, അന്നത്തെ താറശീറ്റ് സഭയായി, ഇന്നത്തെ നമ്മുടെ ആസ്പെറ്റാസ് സീലിംഗ് AC ഒക്കെ ഉള്ള സഭകളാക്കുന്നത്. അന്ന് ആ ഷീറ്റകത്ത് പാവപ്പെട്ട കുറെ വിശ്വാസികൾ ആരാധിക്കും. അച്ചായനൊരു ആഗ്രഹം, നായകരുടെ പൊടി കൊണ്ടിട്ട് ഒന്ന് ചൊറിയിക്കണം. പാവപ്പെട്ട വിശ്വാസം ആത്മാവിൽ പ്രാർത്ഥിച്ചായിരുന്നു. ഐക്യ സമയത്ത് അച്ചായൻ കൊണ്ടിട്ടു. അവരറിഞ്ഞില്ല. നമ്മുടെ സഭായത്തിനൊക്കെ ആണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൊബൈലിൽ കളിക്കും, അല്ലെങ്കിൽ റോഡിലോട്ട് നോക്കി നിൽക്കും. റോഡിൽ വണ്ടി വന്ന് അങ്ങോട്ട് നിൽക്കുന്ന കാലം. അന്ന് അങ്ങനെയല്ല, അവർ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കും. പാവങ്ങൾ വിയർത്ത് ഇതെല്ലാം ഒലിച്ച് പോയി. അച്ചായൻ വീട്ടിൽ ചെന്നപ്പോൾ അച്ചായന്റെ ഭാര്യയും മക്കളും 2 മക്കളും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ആ പിറ്റേ ആഴ്ച അച്ചായനും മക്കളും ഭാര്യയും സ്നാനപ്പെട്ടു. ഇന്ന് രാത്രി അങ്ങനെ ഒരു പെന്തിക്കോസ് സഭയ്ക്ക് ഇന്ന് രാത്രി അതിലേക്ക് സഭ മടങ്ങി വന്നെ. പെന്തിക്കോസിലേക്കല്ല, പെന്തിക്കോസ് അനുഭവത്തിലേക്ക്. ഇന്ന് രാത്രി ആത്മശക്തി പ്രാപിക്കുന്ന തലമുറ. മോശയ്ക്ക് 180 വയസ്സ് ചെന്ന് 2 കാലിൽ എന്ന 4 കാലിൽ പോകുന്ന ഒരു അനുഭവത്തിൽ, കള്ളോട് ചെല്ല അദ്ദേഹത്തിന് എഴുത്തുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിനകത്ത് നീ അധികാരിയും
വീണ്ടെടുപ്പ് ചോദിച്ച ദൈവ അധികാരിയും വീണ്ടെടുപ്പുകാരന്റെ മോശ ദൈവം മടക്കി അയക്കുക. എവിടെ നിന്നെ നിന്ദിച്ചോ, എവിടെ നീ അപമാനിക്കപ്പെട്ടോ, എന്ത് ചോദ്യം നീ അനുഭവിച്ചോ, ആ ചോദ്യത്തിന് മറുപടിയുമായിട്ടാ ദൈവം മോശയെ മടക്കി അയച്ചു. ഇത് രാത്രി പറയട്ടെ, അങ്ങനെ ചിലര് ദൈവം പ്രവചനമായി പറയുക, നിനക്കെതിരെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മറുപടിയാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുക. അതിനെ നിന്നെ ആശ്ചര്യചിഹ്നമാക്കുന്ന ദൈവപ്രവൃത്തി നിനക്ക് രാത്രി സംഭവിക്കാൻ പോകും. മടങ്ങി വരാം. അങ്ങനെ 80-ാമത്തെ വയസ്സിൽ ഈ ജനത്തിൽ ശ്രദ്ധിക്കണേ, 1-2 പേരൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാരെ വിടിവിക്കണം. ഒരു സമൂഹത്തെ, ഒരു വംശത്തെ മുഴുവൻ വിടിവിക്കണം. ആ ടാർഗറ്റിലേക്ക് പോകണമെങ്കിൽ ഒരു സാമ്രാജ്യത്തിനകത്ത് വാളുണ്ട്, പരിചയമുണ്ട്, കുന്തമുണ്ട്. അവർക്ക് യുദ്ധ സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ കഴിവുള്ള ഒരു ഫറവോൻ സൈന്യത്തിന് നേരെ മന്ത്രവാദ ശക്തികൾ നിൽക്കുക, ആഭിചാര ശക്തികൾ നിൽക്കുക. അതിന് നടുവിനകത്ത് മോശ ചെല്ലുമ്പോൾ മോശയുടെ കയ്യിൽ ഒരു അധികാരത്തിന്റെ വടിയുണ്ട്, ദൈവത്തിന്റെ വടിയാണ് ചെല്ലുമ്പോൾ. അപ്പൊ മോശ ഇട്ടപ്പോ എന്ത് ചെയ്തു? ഒരു വടിയാണ് പാമ്പായിട്ട് മാറി. ആ പാമ്പ് ഇട്ട് അതേ മന്ത്രവാദികൾ എന്ത് ചെയ്തു? അതേ കണക്ക് വടി കിട്ടും. ആ മന്ത്രവാദികളുടെ വടി മോശയുടെ വടി നോക്കി സെയിം നോക്കി, ഒറിജിനൽ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ്. പക്ഷെ മോശയുടെ വടി ശ്രദ്ധിച്ചേക്കണം, മോശയുടെ വടി മന്ത്രവാദത്തിന്റെ വടികൾ വിഴുങ്ങി. ഇന്ന് രാത്രി നീനകത്തുള്ള അഭിഷേകം നിനക്കെതിരെ ആഭിചാരത്തെ വിഴുങ്ങാനുള്ളതാണ്. ഇന്ന് രാത്രി അതിനെ തകർക്കുന്നതാണ്. മോശയുടെ വടി ഫറവോന്റെ സൈന്യത്തിന് മുഴുവൻ ആഭിചാരത്തെ മുഴുവൻ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദേശത്തിന് ചുറ്റി നിൽക്കുന്ന നിന്നെ നോക്കി പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കരുത്. ദൈവം നിനക്ക് നന്മയ്ക്കായി അടയാളം ചെയ്യുന്ന ഒരു കാലഘട്ടം വരാൻ പോവാ. ദൈവം ഒരാ മനുഷ്യനെ അധികാരം കൊടുത്താൽ ഈ പാമ്പിന്റെ ശക്തി, പാമ്പ്, അണലി, സർപ്പം, ഇതൊക്കെ വിഴുങ്ങുന്ന സാധനോ. നിങ്ങളൊരു എലി കടിച്ച, ഞാനിവിടെ കുറച്ച് എന്റെ സ്നേഹിതം ഒരു കപ്പ ഇട്ടു, ഞങ്ങൾ നോക്കി വലിയ കപ്പ തണ്ടം കേറി പോവാ. ഒരു ദിവസം എന്റെ ഭാര്യക്ക് തോന്നി ഇത് ഒന്ന് പൊളിച്ചു നോക്കണമെന്ന്, വിഴുതു നോക്കി എന്തുവാ തോരപ്പം വന്ന് കുറെ എന്ത് ചെയ്തു കടിച്ചിട്ടു. എന്നാലും കുറച്ച് നമുക്ക് കിട്ടും. പക്ഷെ പാമ്പ് അങ്ങനെയല്ല. പാമ്പ് ഇത് വിഴുങ്ങിയ ഒന്നും കാണത്തില്ല. ഇന്ന് രാത്രി അങ്ങനെ പാമ്പിന്റെ ശക്തികൾ പല ശ്രദ്ധിക്കണം. ഈ സർപ്പശക്തികൾ, പാമ്പിന്റെ ശക്തികൾ, സിംഹത്തിമേല പൈത്തോൺ സ്പിരിറ്റുകൾ, ഈ സ്പിരിറ്റുകളാണ് പലതിന്റെ നന്മകളെ അത് വിഴുങ്ങിയ. ഏത് പൈശാചിക തലത്തിന് വേണ്ടി പാമ്പിന്റെ ശക്തിയുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അഡ്വർടൈസ് കണ്ട, പാമ്പിന്റെ മാസമാണ്. സായിപ്പുമാരെ ഫുട്ബോൾ ക്ലബിന്റെ ഒരു സംഭവം ഞാൻ അഡ്വർടൈസ്മെന്റ് കണ്ടതാണ്. അതിന്റെ ഹാപ്പി എന്നൊക്കെ പറയട്ടെ, സത്യം പറഞ്ഞാൽ ആ പഴയ പാമ്പിന്റെ ശക്തി പല വേഷനങ്ങളിൽ പല കുടുംബങ്ങളെ വിഴുങ്ങുമ്പോൾ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് പതുങ്ങി നിൽക്കുന്ന ചില പാമ്പിന്റെ മണ്ഡലങ്ങളുണ്ട്. എന്ത് വന്നാലും നിന്റെ അകത്തുനിന്ന് അത് വിഴുങ്ങിക്കൊണ്ടുപോകും. ഒരു നന്മ നിനക്ക് ഓപ്പൺ ആകുമ്പോൾ അത് നീ പോലും അറിയാതെ വിഴുങ്ങിക്കളയുക. നിന്റെ കുഞ്ഞിന്റെ ഭാവി, ആരോഗ്യം, ശുശ്രൂഷ, സമ്പത്ത്, പഠനം, നിന്റെ ദൈവസഭ, ഇതിനെല്ലാം നിന്റെ വളർച്ചകൾ, ഇതിനെ പലതും വിഴുങ്ങുന്ന മണ്ഡലം. പൗലോസ് അപ്പോസ്തലർ 27-28 അധ്യായത്തിനകത്ത് കാണാൻ സാധിക്കുന്നത്, പൗലോസ് എല്ലാം നഷ്ടപ്പെട്ടവനെ മെലിത്ത ദ്വീപിൽ ചെല്ലുക. തന്റെ കൂടെ എല്ലാം നഷ്ടപ്പെട്ടു. പൗലോസ് തീ പറക്കിയിട്ടപ്പോ തീ കൂട്ടാൻ വേണ്ടി വിറക് പറക്കിയിട്ട്, തീ എന്ന് കേട്ടാൽ ചിലക്ക് ഇന്ന് ഉപദേശിമാർക്ക് എല്ലാം കഴിപ്പാ. പക്ഷെ ഞാൻ തീ ആളാ. തീ ഉണ്ടെങ്കിലേ ഇതൊക്കെ പുറത്ത് ചാടത്തുള്ളൂ. പണ്ട് പെന്തിക്കോസിനകത്ത് എന്റെ സഭയുടെ മാതൃസഭയുടെ അകത്ത് ശുശ്രൂഷ വെളിപ്പെട്ടിരിക്കും, ആത്മാശക്തി വെളിപ്പെട്ടപ്പോൾ ഭൂതങ്ങളൊക്കെ ചാടി ഓടും. ഒറിജിനൽ എന്ന് വിചാരിച്ച പല ഡ്യൂപ്ലിക്കേറ്റ് ചാടി ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചേക്കണേ, പൗലോസ് ആ വിറക് പറക്കിയിട്ട് അവിടെ നിന്ന് വ്യാപരിച്ച അണലി ശക്തിയെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ശ്രദ്ധിക്കണമേ, ആത്മാവിൽ പറയുന്ന ദൂത ഇങ്ങനെ വെളിപ്പെട്ടതിനെ നിന്റെ കയ്യിൽ നിന്ന് നിന്റെ നന്മകൾ വലിച്ചുകൊണ്ട് പോകുന്ന ചില അണലികൾ നീ പോലും അറിയാതെ എന്റെ കൈക്കകത്ത് പറ്റി നിൽക്കുക. പക്ഷെ നീ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് വരും എന്ന് ദൈവത്തിന്റെ വചനം പറ. ശ്രദ്ധിക്കണേ, നീ ജോലിയാകാം, നിന്റെ കുഞ്ഞുങ്ങളാകാം, നിന്റെ ഭാവിയാകാം, നിന്റെ വിദ്യാഭ്യാസമാകാം. ചില പറയും, ഭാഷേ എത്ര പഠിച്ചാലും എത്ര പഠിച്ചിട്ട് പോയി കഴിഞ്ഞ ദിവസം ഇല്ല 4 മുമ്പ് ഒരു കുഞ്ഞിന്റെ വിഷയത്തിനകത്ത് അത് ഈ പ്രാവശ്യം വീണ്ടും എക്സാം എഴുതാൻ പോവുകയാണ്. ആ കുഞ്ഞ് പഠിച്ച് നന്നായിട്ട് ചെന്ന് കയറും. പക്ഷെ ഹോളിലോട്ട് കയറും, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോ ആ കുഞ്ഞിന് ബ്ലാങ്ക് ആകും. ഒരേ കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോ ഈ കുഞ്ഞിനെ ഭൂതം ഇളകി ചിന്ത ഇല്ലായിരുന്നു. നോക്കിയപ്പോ പിടിക്കപ്പെട്ടത് അനിയത്തി അമ്മയിലോട്ട് പോയി. കാരണം ഈ സാധനം എല്ലാം എന്ത് ചെയ്യുക, മറഞ്ഞു നിന്ന് ഈ കുഞ്ഞിന്റെ ഭാവിയെ പിടിച്ചു കെട്ടും. മനസ്സിലാകുന്നുണ്ടോ?
നിങ്ങളുടെ ഫയൽ നീങ്ങാതെ, നിങ്ങളുടെ പേപ്പർ നീങ്ങാതെ, നിങ്ങളുടെ വിസ മൂവ് ചെയ്യാതെ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവ് തന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചേക്കണം. പക്ഷെ ഇതിനെ വിഴുങ്ങുന്ന ചില അണല് ശക്തികളുണ്ട്. നിന്നെ ഒരിടത്ത് ചെന്ന ചിലരുണ്ട് 6 മാസം ജോലി, അല്ലെ 8 മാസം ജോലി, 10 മാസം, 2 മാസം ജോലി, ഇത്തിരി അടുത്ത ഉയർച്ച വരുന്ന സമയത്ത് തോന്നും ഇവിടുന്ന് അങ്ങ് രാജിവെക്കാം. പിന്നെ നാട്ടിൽ വരും, പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അയ്യോ ആ ജോലി കളയണ്ടായിരുന്നു. ഇതുപോലും അറിയാം നിന്റെ പുതിയ നിയന്ത്രിച്ച് നിന്റെ വഴിയാതരമാക്കി ചില അണലി ശക്തി. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് അതിനൊന്ന് രാത്രി പരിശുദ്ധാത്മാവ് വെട്ടാൻ പോകും. നിന്റെ ജീവിതത്തെ വഴിയാതരമാക്കുന്ന ഒരു ജംഗ്ഷനിൽ കൊണ്ടുവന്ന് അനാഥത്വമാക്കുന്ന സ്പിരിറ്റ് ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ആ അണലി ശക്തി. എല്ലാവരും അന്യഭാഷ പറഞ്ഞ് 1 മിനിറ്റ് കൈയടിച്ച് പ്രാർത്ഥിച്ച് എന്റെ ജീവിതത്തിനകത്ത് കെട്ട് വെളിപ്പെടാക്കുന്നത് മറഞ്ഞ ചില വ്യാപാര മണ്ഡലങ്ങള് ദേശത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. രാത്രി ആത്മാവിൽ വെട്ടുന്നു. ഇന്ന് പൗലോസിന്റെ കയ്യിൽ അണലി പറ്റി ആ അണലിയെ തീ കൊടന്ന് കളഞ്ഞ പോലെ മാത്യു എന്ന ആ ഡിവൈസിലുള്ള ആ വ്യക്തി ഒന്ന് വീഡിയോയിലോട്ടൊന്ന് വരാൻ പറ്റുമോ നിങ്ങൾ? പോയോ? മാത്യു ചാക്കോ ബ്രദർ ആ ഡിവൈസിലുള്ളവരൊന്ന് വീഡിയോയിൽ വരാമോ? അല്ലാണ്ട് അങ്ങോട്ട് പറഞ്ഞോളൂ കേട്ടോ, ചിലപ്പോ അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും. അതായിരിക്കും ഓതിക്കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് രാത്രി, അങ്ങനെയുള്ള ചില കെട്ടുകൾ ജയം പ്രാപിക്കാതെ പരാജയത്തിന്റെ എല്ലാ വാക്കുകളും പരാജയപ്പെടുത്തി കിടത്തുന്ന എല്ലാ സ്പിരിറ്റുകളും ഇന്ന് യേശു നാമത്തിൽ വന്നോ അങ്കൾ ഓരോ ഓതിക്കെട്ടി നിങ്ങളുടെ ലൈഫിനെ കെട്ടിയ സ്പിരിറ്റ് ഇന്ന് രാത്രി അത്താ വഴിക്കുക. എന്താ പറയുക, നിങ്ങൾ അങ്ങനെയുമായി ബന്ധപ്പെട്ട് ബ്ലോക്കാൻ നിൽക്കുന്ന ആ മേഖല കർത്താവ് രാത്രി ബ്രേക്ക് ആക്കിയിട്ട് നിങ്ങളുടെ മേൽ ദൈവാത്മാവ് ഒരു സ്വാതന്ത്ര്യത്തെ കർത്താവ് കൈമാറാൻ പോവാ. ഇന്ന് കർത്താവ് പറയുന്നത് ഈ ഒരു മനുഷ്യൻ പ്രിസണിൽ നിന്ന് പത്രോസ് ആ ചങ്ങലിൽ നിന്ന് പുറത്തു വന്നതുപോലെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് സഭ ശ്രദ്ധയോടെ പത്രോസ് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വിടുതൽ പ്രാപിച്ച് പത്രോസ് പുറത്തു വന്നതുപോലെ നിങ്ങൾ സ്വപ്നം കാണുന്ന പോലെ ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് ദൈവാത്മാവ് ദൂത് പറയാൻ. നിങ്ങളെ ഓദിക്കുന്നോടെ പറഞ്ഞ ഒന്നും കൂടെ പറയാം. ന്യായാധിപത്തിൽ അതൊരു പങ്കാക്കിയ ഈ ദാൻ മക്കളെ തിക്കി മലനാട്ടി കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. വാക്തത്വത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ താഴ്വരയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല മാതളമുണ്ട്, നല്ല മുന്തിരിങ്ങയുണ്ട്. നമ്മുടെ ഇവിടെ ചാത്തന്നൂരിന്ന് പോയി 1 കിലോ മുന്തിരിങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ട് വരുമ്പോൾ കവറില്ലെങ്കിൽ ആ എല്ലാം 1 കിലോ മുന്തിരിങ്ങ വരും. ആ മുന്തിരിയുടെ കമ്പ് മാത്രം വേറെ ഒന്നും കാണും. അതാണ് മുന്തിരിങ്ങ അല്ല, ഇസ്രായേലിലെ നല്ല റബ്ബർ ബോൾ നിൽക്കുന്ന മുന്തിരിങ്ങ. അത്രയും പവർ വാക്തത്വത്തിലേക്ക് എത്താൻ കഴിയാതെ നിൽക്കുന്ന ഒരു സ്പിരിച്വൽ തലത്തെ കർത്താവ് പുഷ്ടി പ്രാപിക്കാൻ തയ്യാറാക്കുക. ആത്മാവിൽ പുഷ്ടി പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ മേൽ കിടക്കുന്ന ചില ഒതുക്കിക്കള ചില മേഖലയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന ദിവസങ്ങളാണ് പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്ന ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോവാ. നിങ്ങളുടെ അകത്തൊരു വിടുതൽ. പത്രോസിന്റെ ദൂതൻ തൊട്ടപ്പോ ചങ്ങല പൊട്ടിയതുപോലെ നിങ്ങളെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ മാറി ദൈവം നിങ്ങളെ പുറത്തു കൊണ്ട്. ഗോഡ് ബ്ലെസ് യു അച്ചായ. ദൈവം നിങ്ങൾ അപ്പച്ചൻ ദൈവം അനുഗ്രഹിക്കട്ടെ. മടങ്ങി വരാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കട്ടെ. പത്രോസ് പൗലോസ് അവിടെ വിറക് പറക്കിയിട്ട് സാധാരണക്കാരനെ ശ്രദ്ധിക്കണം. ഇവന്റെ മരണം കാത്തു നിൽക്കുക. ഇവൻ എങ്ങനെയും തീരണം. ഇവന്റെ മരണം കാത്തു നിൽക്കുക. ഇവൻ ഇവിടെ ഇവൻ അവസാനിച്ചെന്ന് പറഞ്ഞ ലോകം കാത്തു നിൽക്കുന്ന ഒരു മേഖലകത്ത് പൗലോസ് അതിനകത്ത് ജയാളിയായി മാറി. ബിജുവങ്ങളെ നമ്മുടെ നോക്കി നിൽക്കുന്ന പലരുണ്ട്. എന്ത് സംഭവിക്കും ആശ്ചര്യപ്പെട്ട് നിൽക്കുക. ഇവൻ ഇപ്പൊ ചത്തു വീഴും, ഇപ്പം വീർത്തു വീഴും, ഇപ്പം കരിഞ്ഞുണങ്ങിപ്പോകുമെന്ന് കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷെ അതിനകത്ത് പൗലോസ് ജയാളിയായിട്ട് നടന്നു. ശ്രദ്ധിക്കണേ, പൗലോസിന്റെ കൈക്ക് അണലി പറ്റിയപ്പോ പൗലോസിന്റെ കൈ നോക്കിയപ്പോ അതിനകത്ത് നിൽക്കുന്ന ഒരു പവർ ഉണ്ട്. പുനരുദ്ധാരത്തിന്റെ ശക്തി, യേശുവിന്റെ പുനരുദ്ധാരത്തിന്റെ ശക്തി
ഇന്ന് രാത്രി യേശുവിന് പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവശോട് പറയാ, നിന്നെ പിടിക്കാൻ നിൽക്കുന്ന പല രോഗങ്ങളുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം ചെയ്തു. അണലി പോലെ കുത്തുന്ന രോഗങ്ങളുണ്ട്, മാറാ രോഗങ്ങൾ. ഒരിക്കലും ഞങ്ങളെ അസംബ്ലീസ് കൊണ്ട് ഡിവൈസ് 24 മണിക്കൂറും ഈ പ്രെയർ ഇങ്ങനെ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കും. അതിനകത്ത് ഒരു സ്ലോട്ട് ഞാൻ ലീഡ് ചെയ്തോണ്ടിരിക്കും. 1 മണിക്കൂർ എനിക്ക് ഇങ്ങനെ ലീഡ് ചെയ്യാൻ വിളിച്ചു. അങ്ങനെ കയറി ചെന്ന് പ്രാർത്ഥിക്കും. ഒരു അമ്മച്ചി, പ്രായമുള്ളൊരു അമ്മച്ചി, ക്യാൻസർ വന്ന് അമ്മച്ചി വേദന കൊണ്ട് കരയും. അമ്മച്ചി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പൊ ഞാന് ഇങ്ങനെ കാര്യം ഒരു ദൈവാസി അദ്ദേഹത്തിന്റെ മാതാവുമായിട്ട് ഇങ്ങനെ ഇവിടെ ചെന്ന് പറഞ്ഞത്, അതിനകത്ത് ഇത് തേളിന്റെ ശക്തി, കുത്തുന്ന ശക്തി, ക്യാൻസറിന്റെ രോഗം, ഇതിനെല്ലാം പിന്നിൽ ശക്തിയുണ്ട്, തേളിന്റെ ശക്തി. ഈ പൗലോസിനകത്ത് ഉണ്ടായിരുന്നത് പുനരുദ്ധാന ശക്തി. ശ്രദ്ധിക്കണേ, ഈ ജഡത്തിനകത്ത് പരിമിതിയുണ്ട്, ഈ ജഡത്തിനകത്ത് പല കാര്യങ്ങളുണ്ട്. പക്ഷെ പൗലോസിനകത്തുള്ള പുനരുദ്ധാന ശക്തി, അകത്തുള്ള പവർ ഈ അണലിയുടെ പാമ്പിനെ ഒന്നും ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മുടെ അകത്തിക്കുന്ന റിസർവേഷൻ പവർ ലോക്കൽ പവർ അല്ല. എന്തെങ്കിലും നിങ്ങളെ പിടിക്കാൻ ശ്രമിച്ചാൽ, എന്തിനെങ്കിലും നിങ്ങളുടെ അകത്ത് ഏതെങ്കിലും ലോകത്തിന് പിടിക്കാൻ സാധിക്കുന്നെങ്കിൽ നമ്മുടെ പവറിന്റെ കുറവ്. ശ്രദ്ധിച്ചേക്കണം, ഞാൻ എപ്പോഴും എന്റെ ചർച്ചയിൽ പറയുന്ന കാര്യമാണ്. ഇവിടെ ഞാൻ സ്വിച്ച് ഇട്ടപ്പോ എർത്തടിച്ചു. ആ എർത്ത് എനിക്ക് പെരുപ്പ് പോലെയായിരുന്നു. പക്ഷെ ഞാൻ നേരെ പോയി ഇവിടെ 180 kV വാൾട്ടുള്ള ട്രാൻസ്ഫോമറിനകത്ത് ചെന്ന് കളിച്ചാൽ ഞാൻ പോസ്റ്റ് കൊട്ടപ്പെടും. എന്ന് പറഞ്ഞാൽ ആ പവർ ആനയാടും വ്യത്യാസം. എന്ന് പറഞ്ഞാൽ വീട്ടിലെ പവറും ട്രാൻസ്ഫോമറിലെ പവറും പവർ ഹൗസിലെ പവറും തമ്മിൽ വ്യത്യാസം. എന്ന് രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനകത്ത് അഭിഷേകം പ്രാപിക്കാൻ പറ്റും. ആ പവർ വർദ്ധിക്കണം. പുനരുദ്ധാനത്തിന്റെ ശക്തി നിന്നിൽ വർദ്ധിക്കും. ഞാൻ ഇതുവരെ പ്രസംഗിക്കാത്ത ഒരു തലത്തിലേക്കാണ് ഈ ഡിവൈസിനകത്ത് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പറയാൻ ചിന്തിക്കാത്തൊരു ഡിവൈസ് പ്രൊഫറ്റിക്കൽ വേർഡ് ഓഫ് റെവലേഷൻ ഈ ഡിവൈസിനകത്ത്, ഈ സ്ലോട്ടിനകത്ത് കിടപ്പുണ്ട്. അസാധാരണമായ വേർഡ് ഓഫ് റെവലേഷൻ ഈ സൂം മീറ്റിങ്ങിനകത്ത് കത്ത ഓപ്പൺ ആക്കി നിങ്ങളുടെ സ്തോത്രം. അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് സ്പിരിറ്റ് ഓഫ് പ്രോഫസിക്കകത്ത് പറയാം, ഈ പൗലോസിനകത്തുള്ള പുനരുത്ഥാന ശക്തിക്കകത്ത് വന്നപ്പോൾ ബാണലിക്കൊന്നും ചെയ്യാൻ കഴിയും. ഇന്ന് രാത്രി മാത്യു പാസ്റ്ററെ, അങ്ങനെയുള്ള അങ്കളെ, ബിജു അങ്കളെ, രാധമ്മ ആന്റി, ഇവിടെ ഇന്ദുലേഖ ആന്റി, നമ്മുടെ അകത്തുള്ള ആ പവർ ഒന്ന് ഇൻക്രീസ് ചെയ്യട്ടെ. മരണം ജീവൻ മരണത്തെ കീഴ്പ്പെടുത്തി മോശൻ എന്ന ഈ പുനരുദ്ധാന ശക്തിയിലേക്ക് എത്തി. ഹോളി സ്പിരിറ്റിന്റെ വലിയ ഇന്റർവെൻഷൻ ഉണ്ടാകുന്നു. ഞാൻ 100% വിശ്വസിക്കുന്നു. ഇന്ന് ചില മരണശക്തികൾ ചില കുടുംബങ്ങളിൽ നിന്ന് അഴിയും. ഞാൻ അത് വീക്ഷിക്കുന്ന ചില കുടുംബങ്ങളിൽ കാലഘട്ടങ്ങളായി നിൽക്കുന്ന മരണ പിശാചിന്റെ ബന്ധനം അഴിയും. ചില കുടുംബങ്ങളിൽ വരുന്ന തലമുറകളുമായി ശ്രദ്ധിക്കണേ. ഒരാൾ 40, എന്റെ വല്യപ്പ 40 വയസ്സ് മരിച്ചു, അപ്പ 40-ാമത്തെ വയസ്സിൽ വായിച്ചു, അടുത്ത മോന് 40-ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് പറയുന്ന ഒരു മണ്ഡലം. ഇന്ന് രാത്രി അങ്ങനെയുള്ള പാരമ്പര്യത്തിന്റെ ശാപങ്ങള് ഇന്ന് രാത്രി നിന്റെ അകത്ത് പുനരുത്ഥാന ശക്തിയാണോ? യേശുവിനെ മരിച്ചുകൊണ്ട് ഉയർപ്പിച്ച ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കും. പൗലോസ് ബലത്തിൽ വല്ലഭത്തിൽ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ശ്രദ്ധിച്ചേക്കണേ, ഒന്നും കൂടെ പറഞ്ഞ അവനെ ആത്മാവിന് അകത്തമ ശക്തിയോടെ ബലപ്പെടും. രാത്രി ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടും. ഇന്ന് യേശുവിന്റെ പുനരുത്ഥാന ശക്തി നമ്മുടെ ആത്മാവിൽ ഉള്ളതുപോലെ ആ ആത്മശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിച്ച നിന്റെ ശരീരത്തെ പിടിച്ചിരിക്കുന്ന പിടിവള്ളികൾ എന്തായിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, ഒന്നുകൂടെ സംഗീതനക്കാരുടെ ഭാഷ അവർ കുനിഞ്ഞു വീണു പോയി ഞങ്ങളോ നിവർന്നു നിൽക്കുന്ന രാത്രി നിന്റെ വീട്ടിനകത്ത് നിൽക്കുന്ന പല പേരുകളുണ്ടാകും. ഷുഗർ ആകാം, പ്രഷർ ആകാം, കൊളസ്ട്രോൾ ആകാം, അല്ലെ ഹാർട്ടിന്റെ അസുഖമാകാം, അല്ലെ കിഡ്നി ഫെയിലിയേഴ്സ് ആകാം, ഏത് രോഗമായിക്കോട്ടെ, നിന്റെ ജോലിയിൽ പരാജയങ്ങളാകാം, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാര്യയാകാം, ഇങ്ങനെയുള്ള എല്ലാ പേരുകൾ രാത്രി
എനിക്കിവിടെ ടാൻജിബിൾ ആയ പ്രസൻസ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. ടാൻജിബിൾ ഒരു പ്രസൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു ആത്മാവുമായി കണക്ട് ചെയ്യേ. നിങ്ങൾ ഹോളി സ്പിരിറ്റുമായി ചാർജ് ചെയ്യും. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി 100 മണിക്കൂർ 1000 പവർ ആത്മശക്തിയുടെ അകത്ത് പറയട്ടെ. നിങ്ങൾ വർഷങ്ങൾ ബോണ്ടേജ് ആയി കിടക്കുന്ന ബോണ്ടേജസുകൾ മാത്യുവങ്ങൾ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന എല്ലാ ബോണ്ടേജ് സ്പിരിറ്റുകൾ രാത്രി പുറത്തു പോവുകയാണ്. അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് പറയുക ബോണ്ടേജസുകൾ മാറുന്ന വർഷമാണ്. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില മേഖലകടകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരാൻ പോവാ. കുടുംബഘടകത്തുനിന്ന് അങ്ങനെ ബോണ്ട് ചെയ്യപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ല. ഇനി ഒരിക്കലും നീ ഈ നാട് കാണത്തില്ല. ഓ ഷേഖ് മാറാസിയ. ഇന്നലെ എന്റെ ഒരു സഹോദരൻ എന്റെ അടുത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വന്നു. അവന്റെ ടെസ്റ്റ് ഞാൻ കേട്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. അവനെ കള്ളക്കേസിൽ കുടുക്കി അവനെ ആ കുവൈറ്റില് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ശ്രദ്ധിക്കണേ, അവന് അറബി കൊടുത്ത് പേപ്പർ കൊടുത്ത് അവൻ രാജ്യദ്രോഹിയാക്കി മാറ്റി. ഈ അറബി കൈ ഒഴിഞ്ഞു. ശ്രദ്ധിച്ചേക്കണ, അവന്റെ ഭാഷ അറിയത്തില്ല. കുവൈറ്റിലെ ഒരു ജയിലിൽ കിടക്കുക. അപ്പൊ 3 ദിവസം ഇന്ന് കർത്താവ് പറയുക 3-ാം ദിവസം ഉയർന്നു നിൽക്കുന്ന പറഞ്ഞു ഉള്ളി ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കാട്ടറബിയെ അന്ന് മുതൽ ഉറക്കം പോയി. ഇവൻ അവിടെ വന്ന് റൂം എടുത്ത് ഈ മനുഷ്യന്റെ വേണ്ടി ജാമ്യം കൊടുത്ത് അവൻ വിചാരിച്ച് ജീവിതത്തിൽ മരിക്കുന്നെങ്കിൽ ഈ ജയിലിൽ കിടന്ന് മരിക്കുന്നു വിചാരിച്ചു. പക്ഷെ യോസഫിന്റെ കാരാഗ്രഹത്തിന് പുറത്തു കൊണ്ടുവന്ന പോലെ, കാരണം യേശുവിനെ മരിച്ചെന്ന് പുറത്തു കൊണ്ടുവന്ന പോലെ രാത്രി നിന്റെ ജീവിതത്തിനകത്ത് നീ നാട് കാണത്തില്ല, വീട് കാണത്തില്ല, പാസ്പോർട്ട് കിട്ടത്തില്ല, വിസ കിട്ടത്തില്ല, ഇനി നാട് കാണത്തില്ല. ഞാൻ ഈ അറബി മരുഭൂമി തീരുമെന്ന് പറഞ്ഞവനെ അവൻ ഇവിടെ നാട്ടിൽ വന്നു, കല്യാണം കഴിച്ചു, കുഞ്ഞായി, അടുത്ത കുഞ്ഞ് ജനിച്ചു. ശ്രദ്ധിച്ചേക്കണേ, ഇന്ന് രാത്രി അവന്റെ ഭാവി അവസാനിച്ചെടുത്ത് പുരുത്താനുള്ള ശക്തി കാട്ടറബിക്ക് രാത്രി നിന്നോട് നിനക്ക് വിസ കിട്ടുന്ന പാസ്പോർട്ട് ലഭിക്കുന്ന പറഞ്ഞിട്ട് ദൈവാത്മ പറയുക ആ അറബിയെ കൂടെ നിനക്ക് പാസ്പോർട്ട് ലഭിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കഴിപ്പു ഹോളി സ്പിരിറ്റ് മേരി. അപ്പം ഈ പൗലോസിനെ നോക്കി നിൽക്കുന്നത് എല്ലാവരും നോക്കിക്കോ. ഇവൻ ഇപ്പം വരും. ഇപ്പോ എന്താ പറയും, പണ്ടൊരിക്കലും പയ്യന് ഭയങ്കര അവന്റെ ഭൂതളകി വർഷങ്ങൾക്ക് മുമ്പ്. ഈ ഇന്നിപ്പോ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ 15-20 ലക്ഷം രൂപയുടെ വാല്യൂ ഉണ്ട്. 10-20 വർഷം മുമ്പ് ഇവനൊരു പെണ്ണിന് ഇവനെ കല്യാണം കഴിക്കണം. ഇവന്റെ ഭയങ്കര ആഗ്രഹം അവക്ക്. അവൻ മന്ത്രവാദം ചെയ്ത് ഇവന്റെ ഭൂതം കയറി. ഇവൻ അവളെ മതി. ഇവര് പാസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇവന്റെ ഭൂതമല്ലേ ഇളകി. അവളുടെ 1.5 ലക്ഷം രൂപയും പോയി. ആ ചരക്കന് നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ ആത്മശക്തി ഉണ്ട്, പുരുത്താന ശക്തി ഉണ്ടോ, നിന്റെ തലമുറ നിയന്ത്രിക്കുന്ന ഏത് ഭൂതത്തെ ആത്മശക്തി തകർത്ത് കളയാൻ സാധിക്കും. ഇന്ന് രാത്രി ദൂത് പറയുക. പൗലോസ് നോക്കി നിൽക്കുക. പൗലോസിന്റെ പോസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു. പൗലോസ് ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞു. പൗലോസ് നിര്യാതനായി. പാമ്പടി കേട്ടെന്ന് പറയാൻ വേണ്ടി വാർത്തകൾ സോഷ്യൽ മീഡിയ ലൈവ് ഇടാൻ തയ്യാറായി നിൽക്കും. ഇന്നത്തെ മോഡേൺ ഭാഷയിലാണെങ്കിൽ പറയുക. അവൻ നോക്കി നിൽക്കും, പരപരമാ കാത്തു നിൽക്കുമ്പോ പൗലോസ് മരണത്തെ ജയിച്ച് മരണത്തിൽ നിന്ന് തൊടാൻ കഴിയാത്തണം പൗലോസ് നടന്നു നീങ്ങി. ഇന്ന് രാത്രി പറയട്ടെ, ഒന്നും കൂടെ പറയാം മാത്യുവങ്ങളെ, വിജയങ്ങൾ ഒന്നുകൂടെ പറയാം. വാക്തത്വം 27 അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട് നീ കൈസരൂമിൽ നിൽക്കേണ്ടതാകും. നീ കൈസരൂമിൽ നിൽക്കേണ്ടതാകുന്നു. നിന്റെ വാക്തത്വം എന്തുവാ? കൈസരൂമിൽ നിൽക്കുന്ന. അവൻ വാളിന് കൊല്ലാൻ കഴിഞ്ഞില്ല, കടലിന് കൊല്ലാൻ കഴിഞ്ഞില്ല, അടുത്ത പണലിക്ക് കൊല്ലാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വാക്തത്വം നീ കൈസരൂമിൽ നിൽക്കേണ്ടതാകുന്നു. നിന്റെ വാക്തത്വം എന്താണോ എനിക്കറിയത്തില്ല. എന്തോ ദൂത് പരിശുദ്ധാത്മാവായി നിയന്ത്രിക്കുന്ന ഐ നോ ദിസ് പ്രോഫറ്റിക്കൽ ഒന്ന് ഞാൻ പറയാം. 27 അധ്യായത്തിൽ പൗലോസ് നീ കൈസരൂമിൽ നിൽക്കേണ്ടതാ. ശ്രദ്ധിക്കണേ, 28 അധ്യായത്തിൽ വന്നപ്പോ അവിടെ പോസ്റ്റ് അടിക്കാൻ തയ്യാറായിരിക്കുന്ന, ലൈവ് ഇടാൻ തയ്യാറായിരിക്കുക, ഫ്യൂണൽ സർവീസിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, പെട്ടി ബുക്ക് ചെയ്ത് കഴിയാൻ കാത്തിരിക്കുന്ന അച്ചായന്മാര്. അതിനെന്നാടി പൗലോസ് എന്താ പറയാ, ഒരു കൊച്ചിനെ പോലെ നടന്നു. ഇന്ന് രാത്രി നിന്റെ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വശത്ത് 10,000 പേരും എങ്കിലും അതിനോട് അടുത്ത് വരത്തില്ല. കാരണം നിന്റെ വശത്ത് ആയിരക്കണക്കിന് ആ കഴിഞ്ഞ രോഗം വന്ന് മരിച്ച. ശ്രദ്ധിക്കണേ, മരണത്തിന്റെ ഭയം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. കോവിഡ്
കാലത്ത് കൊറോണ വന്ന് മരിച്ചവരെക്കാട്ടി മരിച്ചത് ഈ കോവിഡിനെ ഭയന്ന് മരിച്ചവരാണ്. എന്റെ അകത്തുള്ള ഭയത്തെ ഇന്ന് രാത്രി പുറത്ത് കള, രോഗത്തിന്റെ ഭയത്തെ നീ പുറത്താക്കി കള. ഇന്ന് രാത്രി അതെല്ലാം ഇന്ന് രാത്രി ഞാൻ ഇവിടെ തീർന്നെന്നല്ല ലോകം പറയേണ്ടത്, ഇത് അവസാനിച്ചെന്നല്ല പറയേണ്ടത്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എന്റെ വാഗ്ദത്തത്തെ നിവർത്തീകരണത്തിന്റെ വർഷമാണ്. ഇന്ന് രാത്രി നീ കേട്ടത്, എന്റെ കാതിൽ ഞാൻ കേട്ടത്, എന്റെ കാതിൽ ഞാൻ കേട്ടത്, എന്റെ കണ്ണ് കാണുന്നു. എന്റെ കാതിൽ ഞാൻ കേട്ടത്, എന്റെ കണ്ണ് കാണുന്നു. പറഞ്ഞാട്ടെ, എന്റെ കാതിൽ കേട്ടതെല്ലാം കണ്ടു. എന്റെ കണ്ണ് കാണുന്ന വർഷമാണ്. എന്റെ കാതിൽ കേട്ടതെല്ലാം എന്റെ കണ്ണ് കാണുന്ന വർഷമാണ്. എന്റെ കാതിൽ കേട്ടതെല്ലാം എന്റെ കണ്ണ് കാണുന്ന വർഷമാണ്. എന്റെ കാതിൽ ആവർത്തിച്ച് പറ, എന്റെ കാതിൽ കേട്ടത് കാണുന്ന വർഷമാണിത്. എന്റെ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവ് 25 വർഷം 30 വർഷവും എന്റെ അമ്മയോട് പറഞ്ഞ ദൂതുണ്ട്, അതൊക്കെ എവിടെ? എന്റെ അപ്പനോട് പറഞ്ഞ ദൂതുണ്ട്, എന്നോട് പറഞ്ഞ ദൂതുണ്ട്, ഞാൻ കേട്ട ദൂതുണ്ട്. പക്ഷെ ഈ വർഷം ഞാൻ പ്രസംഗിക്കുമ്പോ എങ്ങനെ പ്രസംഗിച്ചാൽ മതി? എന്റെ കാതിൽ കേട്ടതല്ല എന്റെ കണ്ണ് കാണാൻ പോവാ. ഈ വർഷം നമ്മളത് കാണും. നീ കേട്ട വാഗ്ദത്തം. ആ പൗലോസ് ഒന്നുമില്ലാത്തവനായിട്ട് അവിടെ ചെന്നത്. തിരികെ പോകുമ്പോൾ അവിടെ ചെല്ലും പുബ്ലിയോസ്. ശ്രദ്ധിക്കണേ, റോയൽ എൻട്രി കിട്ടുന്ന നോക്കണം. പൗലോസിന് ദേവൻ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേക്കണം, അടുത്തത് ഭാഗം പറഞ്ഞത് പുബ്ലിയോസിന്റെ വീട്ടിൽ കയറി. പുബ്ലിയോസിന്റെ വീട്ടിൽ ചെന്നപ്പോ പനിയും ലൂസ് മോഷനായിട്ട് മരിക്കാറായി കിടക്കുക. യേശുവിനകത്ത് സൗഖ്യമായി, ഹീലിംഗ് മിനിസ്ട്രി ഓപ്പണായി. ലോകത്തെ ഏറ്റവും ചർച്ച മിനിസ്ട്രിയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് രോഗശാന്തി സൂക്ഷിക്കുക. മനുഷ്യരിൽ നിന്ന് രോഗികളാണ്. ജോൺ ജില്ലേക്ക് ഒത്തിരി ദൈവാസന്മാർ ദൈവസനെ ഉപയോഗിക്കപ്പെട്ട ഹീലിംഗ് മിനിസ്ട്രി. പക്ഷെ അത് ഇനി അതിനപ്പുറം ഒരു തല സഭയ്ക്ക് ഓപ്പണായി. അടുത്ത തലം എന്ന് പറഞ്ഞത് കൈയും കാലും കിളിച്ച ദിവസം. പണ്ട് ചെന്നൈയില് ഒരു പാസ്റ്റർ വന്നു, അതിന്റെ പേര് ഞാൻ പറഞ്ഞു. എന്റെ ഒരു കൂട്ടുകാരൻ ആ മീറ്റിങ്ങിന് പോയതാണ്. അദ്ദേഹം ഞാൻ അന്ന് വിശ്വാസി വന്ന എന്റെ കൊച്ചു ചെറുപ്രായോ, അദ്ദേഹം പറഞ്ഞു 2001 ചെന്നൈയിൽ മീറ്റിംഗ്. ഈ കൊറിയൻ ഒരു കോളിയം വെച്ചല്ല, വേറൊരു പാസ്റ്റർ. ആ പാസ്റ്റർ വന്ന് പ്രസംഗിക്കാൻ, അദ്ദേഹം കൊറിയൻ ഭാഷയിൽ പ്രസംഗിക്കുന്നു. ഒരാൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇംഗ്ലീഷിൽ നിന്ന് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ്. ആ ദൈവമനുഷ്യൻ പ്രസംഗിക്കാൻ അറിയത്തില്ലെന്ന് കരുതി കർത്താവേ, സിമ്പിൾ മെസ്സേജ്, നമ്മുടെ പോലെ മലയാളിയെ പോലെ ആയി തുടങ്ങി ആയി അവസാനിപ്പിക്കുന്ന കടിച്ചപ്പെട്ട വാക്കുകളോടൊന്നും പ്രസംഗിക്കാത്തൊരു പാസ്റ്റർ. അദ്ദേഹം പ്രസംഗിച്ചത് ക്രിയേഷനെ കുറിച്ച്, ഗോഡ്സ് ക്രിയേഷനെ കുറിച്ച്. അദ്ദേഹം കന്നുകാലിയുടെ കാലുണ്ടാകുന്ന കാര്യം വിവരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ദൈവം മൃഗങ്ങൾ ഉണ്ടാകുന്നു, മുടലുണ്ടാകുന്നു, കാലുണ്ടാകുന്നു, കൈ ഉണ്ടാകുന്നു, കണ്ണുണ്ട, ചെവി, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ജനത്തിന് കൈ ഇല്ലാത്തവന് കൈ കളിച്ചു, കാലില്ലാത്തവന് കാല് കളിച്ചു വരും. ഇന്ന് പലരും നമ്മളിങ്ങനെ ലിംഗസെ നിൽക്കണ്ട, കാരണം മലയാളി ബുദ്ധിക്കാതെ ചിന്തിക്കാൻ പോലും പറ്റും. മലയാളി ബുദ്ധിയാണോ ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കത്തില്ല. മലയാളി എപ്പോഴും ബുദ്ധി കൊണ്ട് കാണുന്നവൻ, ആത്മാവിൽ ചിന്തിക്കാൻ തയ്യാറായി. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്നു, വരണ്ട കൈകൾ നിവർന്നു. ഞാൻ എന്നും സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ്, ഞങ്ങളൊരു കുഞ്ഞുണ്ട്, അവിടെ കൈ കളിച്ചു വരും. ഞങ്ങളുടെ അച്ഛൻ്റെ കസിനാണ്. ഞാൻ അത് ഇന്ന് വർഷങ്ങളായിട്ട് ഇന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സഭയുടെ അകത്ത് കൈയില്ലാത്തവന് കൈ കളിക്കണം, കാലില്ലാത്തവന് കാല് കളിക്കണം, അടുത്തത് മരിച്ച ഉയർത്തി നിൽക്കണം. ഇന്ന് രാത്രിയില് അങ്ങനെ ഒരു സ്ഥലത്തെ കത്തത്തോണം. പക്ഷെ സാറാപ്പച്ചന്റെ ഒരു സംഭവം കൂടെ പറഞ്ഞ് ബിജുവൊക്കെ അറിയാം. നമ്മുടെ സാറാപ്പച്ചന്റെ കാലഘട്ടം, അദ്ദേഹം കുമ്മനാട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരി വിശ്വാസിച്ചു. അവരൊരു പാമ്പ് കടിച്ചു കൊണ്ടു. ഈ സഹോദരിയെ ബോഡി കാണാൻ പോയി സാറാപ്പച്ചൻ ബൈബിളുമായിട്ട് ഇങ്ങനെ മാറോട് ചേർന്ന്, നമ്മളെന്നാരും പള്ളി ബൈബിൾ പോലും കൊണ്ടുവരാത്തൊരു കാലഘട്ടത്തിൽ അപ്പച്ചൻ ബൈബിളോ മാറോടൊക്കെ പിടിച്ച് ഇങ്ങനെ നടന്നുകയില്ല. ഇവനാടാ, ഇവനെ ട്യൂണർ കഴിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞിരിക്കും. ഈ അപ്പച്ചൻ ബോഡി കഴിഞ്ഞ് തിരികെ ഇറങ്ങാൻ നേരത്ത്, ബോഡി കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്ത് ദൈവം പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു.
അപ്പൊ അച്ഛൻ ഭയപ്പെട്ടു, എങ്കിലും വിശ്വാസത്തെ പോയി പ്രാർത്ഥിച്ചു. ആ ബ്രാഹ്മണ സഹോദരി സ്ത്രീ സൗഖ്യമായി, മരണത്തിൽ നിന്ന് ഉയർന്നിട്ട്. അതിന്റെ പിന്നൊരു പാമ്പിന്റെ ശക്തി. അതോടെയാണ് IPC സഭയുടെ വളർച്ച ഉണ്ടായത്. ഇന്ന് രാത്രി അതിന്റെ അകത്ത് ജയം ഉണ്ടാകുന്ന രാത്രി. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ വിഴുങ്ങുന്ന പാമ്പിന്റെ മണ്ണ്. പലരും സ്വപ്നം കാണുന്ന പാമ്പ. എനിക്കറിയാം, പലരും പറയുന്ന ഭാഷ, ഞാൻ ആദ്യം പാമ്പിന്, അവർക്ക് പിറ്റേ രോഗവും പ്രശ്നങ്ങളുണ്ടാകും, അവരെ പിന്തുടർച്ചകൾ പലതും ഈ പാമ്പിന്റെ ശക്തികൾ. ഇന്ന് രാത്രി പാമ്പുകളെയും കേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഒന്നും ഒരു നാൾ നിങ്ങൾക്ക് ദോഷം വരും. രാത്രി യേശു ചവിട്ടി മതിക്കാൻ പോകും. എന്റെ സമയം അവസാനിച്ചു. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗത്തോട് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഓരോരുത്തർക്കും വേണ്ടി ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കാമോ? ഞാൻ പ്രാർത്ഥിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞാൻ അവസാനം എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവസാനം. അതങ്ങനെ ഞാൻ ഏത് മീറ്റിങ്ങിനകത്തും എല്ലാവരും അവർക്കെല്ലാം ജസ്റ്റ് പ്രെയർ ചെയ്തിട്ട് അവസാനം. ശ്രദ്ധിച്ചേക്കണമേ, ആ മോശ വടി കിട്ടും. ആ മോശയുടെ വടി ഫറവോനിയ മന്ത്രവാദത്തിന്റെ വടി. നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ രാജ്യത്തും ഇന്ന് ലോകത്തും മന്ത്രവാദ ശക്തികൾ കൂടി വരും. നമ്മുടെ സഭകൾ പലതും ആരാധന സമയം കുറച്ചു വരും. 10 മണിക്കും പണ്ട് 3 മണി, ഞങ്ങളൊക്കെ എന്നെ കൊച്ചിലൊക്കെ 10 മണിക്ക് ആരാണെങ്കിൽ 3 മണിക്ക് ആരാധിരുന്നത്. ഇന്ന് 12 മണിയാകുമ്പോൾ ക്ലോക്കി നോക്കി പേടിപ്പിച്ച. ഐ ആം എ പാസ്റ്റർ. ഞാനൊരു പാസ്റ്റർ. ഞാൻ സഭാസൂക്ഷി 10 വർഷമായിരിക്കുന്നത്. എനിക്കറിയാം പലരും എന്നെ നോക്കി പേടിപ്പിക്കുന്നത്. 12 മണി നൃത്തസിറ്റിൽ ഇരുന്നവരുണ്ട്. കാരണം സഭാ സംഘടന നമുക്ക് അടുത്ത ട്രാൻസ്ഫർ സഭകളിലാണ്. അങ്ങനെ നമ്മളിപ്പം ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാധന സമയങ്ങൾ വെട്ടിച്ചുരുക്കുന്നു, പ്രാർത്ഥനാ സമയങ്ങൾ വെട്ടിച്ചുരുക്കുന്നു. ആശുപത്രി പോയി ക്യൂ നിൽക്കാൻ മണിക്കൂറിൽ. ഗവൺമെന്റ് ആശുപത്രി പോലെ വെളുപ്പിനെ 3 മണിക്ക് പോകുന്നവരുണ്ട്. ഞങ്ങളുടെ IPC അച്ചായൻ അദ്ദേഹം തലേന്ന് രാത്രി ഇവിടുന്ന് പോകും, വെളുപ്പിന് 2 മണിക്ക്. അതിനൊന്നും അവർക്ക് കുഴപ്പമില്ല. പക്ഷേ ആരാധന അല്പം അങ്ങോട്ട് നീങ്ങിയാൽ പേടിപ്പിക്കും. പക്ഷെ ലോകത്ത് 24 മണിക്കൂറുകളും. ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലീസ് കൊണ്ട് ചർച്ചകളെല്ലാം നോക്കിയപ്പോൾ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തുടങ്ങി 1 മണിക്ക് ക്ലോസ് ചെയ്യും. പിറ്റേ വെള്ളിയാഴ്ച ഉള്ളൂ. ഞങ്ങളുടെ സഭയുടെ കാര്യം പറഞ്ഞേ. പക്ഷെ ക്രിസ്ത്യൻ കത്തോലിക്ക പള്ളി നോക്കി 24 മണിക്കൂർ ഓപ്പൺ. നമ്മൾ എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ചർച്ചകൾ അവൈലബിൾ ആണോ? മന്ത്രവാദത്തിന്റെ ശക്തികൾ നിമിത്തം ഭരണകൂടങ്ങൾ പിടിച്ചു കിട്ടുമ്പോൾ അതിനെ വെല്ലുവിളിക്കാൻ ഒരു മോസസിന്റെ ജനറേഷൻ ആവശ്യമുണ്ട്. നമ്മൾ ഇത് മന്ത്രവാദത്തെ കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമോ, പക്ഷെ ഇതിനെ തകർക്കാൻ ദൈവശക്തി ആവശ്യം. സഭ ഈ സംഭവം ഞാൻ ശ്രദ്ധിക്കുന്ന ഈ പെട്ടിക്കടകളെല്ലാം ശക്തിപ്പെട്ടു. നമ്മൾ സഭയുടെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. പിള്ളേരെ പള്ളി വരുന്നില്ല. ബിജുങ്ങ സത്യമായ കാര്യമോ? ചർച്ച കൂടെ IPC സഭകളെ കാര്യം പറയുന്നത്. കാര്യം സഭകളുടെ എണ്ണം കുറയുന്നു, തലമുറ സഭയിൽ കയറുന്നില്ല. ഇതിനർത്ഥം മന്ത്രവാദ ശക്തികൾ സഭയുടെ ദേശങ്ങൾ അരങ്ങുവാഴപ്പോൾ സഭ ഉറക്കത്തില്ല. ആസ് എ പ്രൊഫറ്റ്, ഞാൻ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ദൈവത്തിലേക്ക് ജനത്തെ തിരിക്കുകയാണ്, എന്നിലേക്ക് തിരിക്കുന്നല്ല. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിലേക്ക് തിരിക്കുക എന്ന സുവിശേഷമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ജനം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പല സഭകളുടെ അകത്തും ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് ആരാധന നടക്കുമ്പോൾ ജാതി ശക്തികൾ ഇറങ്ങി ഓടുമായിരുന്നു. എന്റെ കൊച്ചിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. പക്ഷെ അന്ന് ജനത്തിന് അറിവില്ലായിരുന്നുകൊണ്ട് അറിവില്ലായ്മ അവർ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. പക്ഷെ now these days our people become very intelligent, they become educated, but they have no power. നമുക്ക് വേണ്ട പവറാണ്. ഈ മന്ത്രവാദത്തെ ചലഞ്ച് ചെയ്യുന്ന ഒരു തലമുറ അഭിഷേകത്തിന്റെ ശക്തിയാൽ ജനത്തെ പുറത്തിറങ്ങണം. അതിനെ വിഴുങ്ങി മോശ നേതൃത്വത്തിൽ 10 പാതയ്ക്ക് ശേഷം ജനം പുറത്തു വരും. ഞാൻ മോശയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞപ്പോൾ 1 മണിക്കൂർ എനിക്ക് തീർന്നു പോയി.
കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നമുക്ക് വീണ്ടും കർത്താവ് ആവശ്യം നിങ്ങൾ കാണാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. എന്റെ ഫോണ് ഭയങ്കരമായി ചൂടി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. പ്രിയ പിതാവുകൾ, ഒരുമിച്ച് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ പ്രിയ ഈ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് മിനിസ്റ്ററുടെ പേരെന്നാ? Supernatural Miracle Google Prayer Meeting. Supernatural Miracle Google Prayer Meeting. Miracle? Supernatural Miracle Google Prayer Meeting. Google Prayer. യേശു നാമത്തിൽ ഞങ്ങൾ യേശു നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇതൊരു സൂപ്പർ നാച്ചുറൽ തലത്തിലേക്ക് ചർച്ചിന്റെ മീറ്റിംഗിൽ മാറാൻ ഞാൻ പ്രാർത്ഥിക്കും. ഇത് സൂപ്പർ നാച്ചുറൽ പ്രസംഗിക്കുകയല്ലപ്പാ, ഇതൊരു സൂപ്പർ നാച്ചുറൽ ആകണം കർത്താവ്. ഇതൊരു സൂപ്പർ നാച്ചുറൽ ആകണം. ഞാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ, ഈ ദൈവം ആകാശ ഭൂമി പാഴായി ശൂന്യമാണ്. ദൈവത്തിന്റെ ആത്മാവോ വെള്ളത്തിമീതെ പരി. ഇത് ഇപ്പൊ ഒരു വോയിഡാണ്, ഫോംലെസ് ആണ്. പക്ഷെ ദൈവാത്മാവ് ഇതിനെ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം. ഒരു ഫോംലെസ് നിന്ന് ഒരു ഫോമിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ദൈവം നിങ്ങൾക്ക് തരും. സായി ബ്രോസ്മാനിയസ്, നിങ്ങൾ കൊച്ചിയുമായി എറണാകുളം പട്ടണവുമായി ബന്ധപ്പെട്ട് മെട്രോഡൊക്കെ കർത്താവ് അവിടെ നിങ്ങൾക്ക് ഒരു മിനിസ്ട്രി കർത്താവ് കണക്ട് ചെയ്യാൻ പോകും. അങ്ങനെ എന്തെങ്കിലും പദ്ധതി കർത്താവ് മനസ്സിൽ ദൈവാത്മാവ് തന്നിട്ടുണ്ടോ? ചെന്നൈയുമായിട്ട് കണക്റ്റഡ് ആക്കിയിട്ടുണ്ട്. കൊച്ചി നിങ്ങൾ കണക്റ്റഡ് ആ. കൊച്ചി നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഇങ്ങനെ വൺസ് അപ്പോൺ ചെന്നൈ അല്ല, സോറി, ബോംബെയുമായിട്ടാണ് കണക്ട് ചെയ്തത്. ബോംബെ. ഇത് നിങ്ങളുടെ ഒരു പേഴ്സണൽ മീറ്റിംഗ് ആയിരിക്കും. അങ്ങനെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് ദൈവം നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. മന്ത്ലി സെക്കൻഡ് സാറ്റർഡേ പോലുള്ള ഒരു മീറ്റിംഗ് ആ സ്ഥലത്ത് കർത്താവ് നിങ്ങൾക്ക് ചെയ്യാൻ അവസരം ഒരുക്കി തരും. അങ്ങനെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, അങ്ങനെ ഒരു തലത്തെ കർത്താവ് ആ മിനിസ്ട്രിയും അത് നിങ്ങളുടെ ലൈഫിന് ഒരു വലിയ ബ്രേക്ക് ത്രൂ ആക്കുന്നത് കർത്താവ് ആത്മാവിനെ കാണിക്കുന്നു. അങ്ങനെ കർത്താവ് ദാസിയെ കുടുംബത്തെ എല്ലാം ബ്ലസ് ചെയ്യുന്നു. ഈ മിനിസ്ട്രി സൂപ്പർ നാച്ചുറൽ ആകട്ടെ. ഈ ദൈവാസി പ്രവചിക്കുന്നത്, പ്രസംഗിക്കുന്നത്, പറയുന്ന എല്ലാം സൂപ്പർ നാച്ചുറൽ, അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ദൈവാത്മാ മാറ്റാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ക്രിയേഷൻ സംഭവിക്കട്ടെ. ഒരു ക്രിയേഷനിലേക്ക് മിനിസ്റ്റർ പ്രസംഗമല്ല, അതിൻ്റെ ഒരു പവറിലേക്ക് നിങ്ങൾ എന്തൊക്കെ പ്രസംഗിച്ചോ അതിൻ്റെ ഒരു ആൻഡിയുടെ മേലുള്ള പ്രസംഗത്തിനകത്ത് റീമ ലോഗോസ് എന്ന റീമയായതുപോലെ വേർഡ് വിക്കം ഫ്ലഷ് എന്ന് പറഞ്ഞ കണക്ക് അതിൻ്റെ ഒരു ഫ്ലഷിലേക്ക് മാറുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഫോംലെസ്സിനെ നമ്മുടെ മുമ്പിൽ ഫോമായി എങ്ങനെ സാധനം ഉണ്ടെന്ന് കാണിച്ചു. അങ്ങനെ ദൈവാത്മാവ് എന്നോട് പറയാൻ പറയും, ദൈവമേ ബ്ലസ് ചെയ്യണമേ, എന്റെ മകളെ അനുഗ്രഹിക്കണമേ, ആ നിയോഗങ്ങളകത്ത് ചലിക്കപ്പെടാൻ സഹായിക്കണമേ. എന്നാ ഈ ശാരീരമായ ഇടത്തെ കാലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രശ്നം യേശു നാമത്തിൽ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. അസ്ഥി സംബന്ധമായ എല്ലാ കർത്താവ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നോക്കുന്ന, അതിന് വികലാംഗത്വം ഉണ്ടാക്കാൻ നോക്കുന്ന ഫൈറ്റിങ്ങിന് ആത്മാവ് ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് മോനെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ പ്രൊഫഷനെ ഈ ഒരു രാജാക്കന്മാർ പുസ്തകത്തിലാണെന്ന് ഒരു പ്രൊഫറ്റ് ദൈവശബ്ദം പറഞ്ഞ് അത്ഭുതം കാണിച്ച് തിരികെ വരുമ്പോൾ വേറെ ഫോൾസ് ഒരു പ്രൊഫറ്റ് അദ്ദേഹം വ്യാജം പറഞ്ഞ് ആ പ്രൊഫറ്റിനെ നശിപ്പിച്ച ബൈബിൾ ഒരു വാക്യമുണ്ട്. ഞാൻ എവിടെയാണ് എനിക്ക് രാജാക്കന്മാർ പുസ്തകത്തിലാണ് ഉള്ളത്. അതേ കണക്ക് ചില വാക്കുകളെ നമ്മൾ വിശ്വസിക്കും, എല്ലാം കണ്ണടച്ച് വിശ്വസിക്കല്. നമ്മളെ ദൈവം നമ്മോട് പറഞ്ഞ വാക്യത്തെയും പ്രൊഫസിയെയും മാത്രം നമ്മൾ കേട്ട് അതിന് വിധമായി വരുന്ന എന്ത് കാര്യം നമ്മൾ റിജക്ട് ചെയ്യണം. മനസ്സിലായോ? അത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ നശിപ്പിക്കാനുള്ള പദ്ധതികളാണ്. ആ പ്രൊഫറ്റിന്റെ ദൈവം പറഞ്ഞ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന തിരികെ, പക്ഷെ പുള്ളി ഭക്ഷണം കഴിച്ച് പുള്ളി സിംഹം കീറിക്കളഞ്ഞു. ഒരു ബൈബിള് ഞാൻ വേണമെങ്കിൽ ഞാൻ പിന്നെ എടുത്തു തരാം, ആന്റി വിളിക്കുവാണെങ്കിൽ. ആ ബൈബിളിൽ ഒരു വാക്ക് ഞാൻ ആ ഒരു ഭക്ഷണം അവനെ നശിപ്പിച്ചു. സൂക്ഷിക്കുക വാക്കുകൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറഞ്ഞ ദൂത്. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു പ്രൊഫസർ ഒരാളത് പറയുന്നത്. നിങ്ങളുടെ മേലുള്ള സൂപ്പർ നാച്ചുറൽ സൈന്യങ്ങളാ ആ മനുഷ്യൻ. അവിടെ ഞാൻ എടുത്തു തരാൻ, ആ മനുഷ്യൻ പറഞ്ഞത് സൈന്യങ്ങൾ കാണിച്ചിട്ടാ അവിടെ. തിരികെ വന്നപ്പോൾ
അദ്ദേഹം ദൈവത്തെ വാക്ക് മറന്നിട്ട് ആ വ്യാജം പറഞ്ഞ ഭോഷ്ക് പറഞ്ഞ ആ പ്രവാചകൻ വിശ്വസിച്ചു പോയി, ജീവിതം നശിച്ചു പോയി. നിങ്ങളുടെ ദൈവക്രോധം ചലിക്കുമ്പോഴും അതിനെയൊക്കെ നശിപ്പിക്കാൻ പിശാച് വ്യക്തികൾ എഴുന്നേൽപ്പിക്കും. വളരെ സൂക്ഷിക്കുക, ദൈവത്തിന്റെ വാക്ക് മാത്രം വിശ്വസിക്കുക, ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആന്റിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരാധമ എന്ന പ്രിയ മാതാവിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥന. ആ മാതാവ് ഒന്ന് മുന്നോട്ട് വന്നാട്ടെ. കാണാൻ പോലും പാസ്റ്റർ അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ലാമ്പ് കത്തിച്ച് വെച്ചിരിക്കുന്നു. യേശുനാഥ് ബ്ലസ് ചെയ്യുന്നു. ആ മാതാവിനെ ഞാൻ ആത്മാവ് ബ്ലസ് ചെയ്യുന്നു. ഉയരത്തിലെ ശക്തി വ്യാപരിക്കണമേ. ഉയരത്തിലെ ജ്ഞാനത്തെ നിന്റെ മകൾ നിറയട്ടെ. ഉയരത്തില്ല അഭിഷേകം, ഉയരത്തിൽ ദൈവകൃപ നിന്റെ മകളുടെ മേൽ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തി നിന്റെ മകളുടെ മേൽ വെളിപ്പെട്ട കർത്താവ് യേശു നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗണ്ടൻ ജാനിയ മാഖാലി അൽദി തൂത ദനിമി തൂദു ദൂദ് മിദാദി ബബാഷ മോഗം അൽദരിമി ഹുത്തന മറദന മൗതനേസി ഹിദീക ബൗരിബിതും ഹൽ ഗുരു തൂക മസീനി അദന മൗഡ പ്രോ കായിനിന്റെ പാവ നിന്റെ പരിവാദിക്ക് കിടക്കും. അത് നിന്റെ കർത്താവേ ഈ മകളോട് നിൽക്കുന്ന എല്ലാ ആഗ്രഹത്തിന്റെ പാപത്തിന്റെ സ്പിരിറ്റുകളെ, ആ പാരമ്പര്യ ശക്തികളെ ഞങ്ങൾ യേശു ബ്രേക്ക് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിനെ ഞാൻ ബ്ലസ് ചെയ്യുന്നു, ആ കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അവരോട് നിൽക്കുന്ന എല്ലാ നെഗറ്റീവ് സ്പിരിറ്റുകളെ, ഇൻഫ്ലുവൻസുകളെ യേശുവിനകത്ത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരോട് വാദിക്കുന്ന ആ കൈന്റെ അവിടെ നിന്ന സ്പിരിറ്റ്, മത്സരത്തിന്റെ സ്പിരിറ്റുകൾ, ആന്റി ദൈവമായി ഈ കൈന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന സ്പിരിറ്റാ. ആ സ്പിരിറ്റിന് യേശുവിൻ നാമത്തിന് ആ കുടുംബത്തെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വി എ ബിജുവങ്ങളെ ബ്ലസ് ചെയ്യുന്നു. നിന്റെ മകന്റെ ലൈഫിലെ കർത്താവ് അത്ഭുതം ചെയ്യണം. മറന്നു കിടക്കുന്ന അണലിയ കഥ പൗലോസിന്റെ കൈ പറ്റത് തുടർന്നു കളഞ്ഞതുപോലെ ഈ ദിവസങ്ങൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ കുടുംബം അനുഗ്രഹിക്കുന്നു, മോനെ കുടുംബമായി ബ്ലസ് ചെയ്യുന്നു. പ്രിയ കർത്താവെ മാത്യു എന്ന പിതാപജനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം ചരിക്കുന്നു. വേർഡ് എന്ന ഡിവൈസ് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ആ വേർഡിനെ സ്നേഹിക്കുന്ന ആ ഡിവൈസ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നീതു എന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ വീണ്ടും പ്രയോജനപ്പെടാൻ ദൈവം സഹായിക്കുന്നു. ദ വേർഡ് എന്ന ഡിവൈസിനെ ഒന്നുകൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ശക്തീകരിക്കണമേ. ആത്മാവിന്റെ ശക്തി തന്നെ ചലിക്കണേ കർത്താവ്. ലീമാന കലിത്തു കൊലോതി ഹരാദീപ പ്രവാചക ബൗദ്ധിനി മികച്ചന ആദരജന ഹന്തര ജിഹോരി വികല കർത്താവേ. അതാണ് ആത്മാവ് എന്നോട് പറഞ്ഞത്. ഈ ഗിദയോൻ ഈ മിദ്യാന്റെ ശക്തികൾ നിമിത്തം ഇസ്രായേൽ എല്ലാം നിലവിളിക്കുകയും മിദ്യാനെ എല്ലാം വന്ന് നശിപ്പിക്കുക. പക്ഷെ ഗിദയോൻ പോരാടി നിന്നതുപോലെ ഒരു പോരാളിയാക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ദൂത് പറയും. പരാക്രമശാലിയ ഇടപെടവർ അങ്ങനെ ഒരു തലത്തിലേക്ക് ദൈവാത്മാവ് മാറ്റും. പരാക്രമശാലിയ പലതും നന്മകളും പലതുപോലും കയ്യിൽ അറിയാതെ ഒഴുകിപ്പോയൊരു മണ്ഡലത്തിനകത്ത് ജീവിക്കുന്നു. ഒഴുകി എന്ന് പറഞ്ഞാൽ ചോർച്ചകളുണ്ട്, എന്നാൽ ഓട്ടസഞ്ചി പോലും അനുഭവം. പക്ഷെ കർത്താവ് പറഞ്ഞു ഈ ദിവസങ്ങൾ നീ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ഇടിവ് നിൽക്കുക. പക്ഷെ അതിനകത്ത് ഒരു ജയത്തെ കർത്താവ് കൈമാറി ഒരു ഗിദയോനെ പോലെ ഞാൻ നിന്നെ ജയാളിയാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇത് പറയാൻ പറയുന്നു. ദൈവാസനെ ബ്ലസ് ചെയ്യുന്നു. ഒരു ഗിദയോനെ പോലെ കർത്താവെ തന്നെ നിന്ന് ഒഴുകിപ്പോയതല്ല, തന്നെ നിന്ന് കെട്ടി നിർത്തി ഇതിന്റെ അഭിവൃദ്ധികൾ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവെ നീ സഹായിച്ചത്. കെട്ടി നിൽക്കും. ഒഴുകിപ്പോയതിനെ അടച്ച് ചോർച്ച അടച്ച് കെട്ടി നിന്ന് ചില അഭിവൃദ്ധി പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് ദൂത്. ആ ദീതു എന്ന ഡിവൈസിനെ ബ്ലസ് ചെയ്യുന്നു. ആത്മാവിന്റെ ശക്തി വെളിപ്പെടണമേ, ആത്മാവിന്റെ കൃപ വെളിപ്പെടണമേ കർത്താവെ. ഹന്ന പ്രവാചകി ദൈവസനെ നിന്നതുപോലെ ഇത് കാണാൻ ചില പ്രാപിപ്പാൻ ദാസി ദൈവ സഹായിക്കുന്ന കൃപയ്ക്കായി അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ ഡിവൈസിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. പാസ്റ്റർ ഉണ്ണി എന്ന് പറഞ്ഞൊരു ഒരു പയ്യനുണ്ട്, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. വന്നിട്ടുണ്ടോ? ആ വന്നിട്ടുണ്ട്. ഹലോ പാസ്റ്റർ, ഹൗ ആർ യു? ഫൈൻ. എന്നാ ഞാൻ ജോലി ചെയ്യാണ് കണ്ണൂരും കഴിക്കൂടത്ത്. കർത്താവേ ദൈവാസിന് വേണ്ടി ഒറ്റ ദൂതനെ ഞാൻ പറയുക. ഒരു വാക്കിനകത്ത് നിനക്ക് അധികാരത്തെ കർത്താവ് കൈമാറും. വാക്കുകളിനകത്ത് എന്ന് പറഞ്ഞാൽ ഏലിയാവ് പറഞ്ഞിട്ട് ദൈവം നമ്മുടെ ബാഗിന് സിബിടുന്ന പോലെ, അല്ലെങ്കിൽ ആകാശത്തിന്റെ കിളിവാത ദൈവം വരെ അടച്ചതുപോലെ
ആ വാക്കിനകത്ത് ആത്മാവ് അധികാരത്തെ കൈമാറുന്നത് പോലെ ഡിക്ലെയർ നിന്റെ മേൽ ദൈവാത്മാ പറഞ്ഞ ദൂത് ഒരു കിങ്ഷിപ്പിലേക്ക് ദൈവാത്മാവ് നിന്നെ കയറ്റാൻ പോകും. സഹോദരന്റെ മേലെ അങ്ങനെ ഒരു അനോയിന്റിംഗിലേക്ക് പരിശുദ്ധാത്മാവ് കയറ്റും. അധികാരത്തിന് നാവാക്കി ദൈവാത്മാവ് മാറ്റും. വിക്കരെന്ന് പറഞ്ഞ് കടിച്ച നാവുള്ളവനെ ദൈവാത്മാവ് ദൈവം അധികാരിയായിട്ട് മടക്കി അയച്ചതുപോലെ നിന്റെ നാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികാര ശുശ്രൂഷ കർത്താവ് കൈമാറും. മന്ത്രവാദ ശക്തികളെ നീ ന്യായമുദിക്കും. മന്ത്രവാദികൾ നിന്റെ മുന്നിൽ കീഴടങ്ങും. ശ്രദ്ധിച്ചേക്കാം, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേശത്തിന്റെ ആധിപത്യങ്ങൾ നിന്റെ മുന്നിൽ വരും. അടവൂട പ്രവാചം മന്ത്രവാദ ശക്തികൾ ക്ഷയിച്ച് ആ പട്ടണത്തിൽ വാഴുന്ന സ്ത്രീ ശക്തികൾ തകർത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം നിന്നെ ഉപയോഗിക്കും. പൂർണ്ണ സഭ സുവിശേഷ വേലയ്ക്ക് കഴിയുമ്പോൾ വേർതിരിയപ്പെടും. കർത്താവ് നിന്നെ ഉപയോഗിക്കും. ഒരു മിനിസ്ട്രിയുമായി ദൈവാത്മാവ് നിന്നെ കണക്ട് ചെയ്യും. നീ ഒരു പ്രൊഫറ്റിക്കലി ചെന്നൈയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മീറ്റിംഗ് നീ കണക്ട് ആവും. കർത്താവ് നിന്നെ ഉപയോഗിക്കും. ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് വെളിപ്പെടുത്തും. യേശുനാഥ് അനുഗ്രഹിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു. യേശുനാഥ് കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ ഞങ്ങളുടെ ബിജുവങ്ങള് ആണ് ഈ മീറ്റിങ്ങിനെ കൊടുത്തത്. എനിക്ക് ആളെ ആദ്യം മനസ്സിലായി, പിന്നെ എനിക്ക് മനസ്സിലായത് ബിജുവങ്ങള് കുമ്പനാണ്ടാണ് ബിജുവങ്ങൾ. അങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആന്റി അനുഗ്രഹിക്കട്ടെ. വിളിച്ച് ഇതിലേക്ക് ബ്ലസ് ചെയ്യുന്നു. അഞ്ജിതയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. കേട്ടില്ല. രാധമ്മ സിസ്റ്ററിന്റെ മോളുടെ അഞ്ജിത, രാധമ്മ ആ സിസ്റ്ററിന്റെ മോളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ. അഞ്ജിത ഇളയ മോളാണോ? മൂത്ത മോളാ. എത്ര ഇളയത് ആണാണോ പെണ്ണാണോ? ഇളയതാണാ. യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ആ മോൾ എന്തോ ചെയ്യുന്ന? നഴ്സിംഗ് കഴിഞ്ഞു. പക്ഷേ ആ മോള് വിശ്വാസത്തിലുണ്ടോ? എന്താ പാസ്റ്റർ? വിശ്വാസത്തിലാണോ? പിന്നെ അവരെല്ലാം രക്ഷിക്കപ്പെട്ടതാ. യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവര് കുടുംബമായി അനുഗ്രഹിക്കണം. പ്രിയ രാധമാന്റിയുടെ വീടിനകത്ത് ദൈവപ്രവൃത്തി ചലിക്കണം. ആ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൾ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുന്നല്ലോ അപ്പച്ച, ദൈവത്തിന്റെ കരം അവിടെ മേ ചലിക്കണമേ. ഭാവിയോട് നിന്ന് പോരാടുന്നതിന്റെ പൂരകർത്താവ് അഴിക്കണം. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണം. അടവൂട പ്രവാചക ശമനം ദാരം ദാരി ബലവത്തുരിവിൽ പ്രവചനം ദലാദികശിയ അന്തലവുട പ്രവാചക ശമനകത്തു വീലന്മാരം വല്ലകത്തു വാരന്മാരം വണ്ടത്തൂരം അടകൽ ക്രവിത്തി വീതകത്തു ഭൂരവലവ ശബ്ദരാശി അത്തരാദിവി തുരിവിൽ ക്രവത്തര ആദം മനമൻ ലോരിവി. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആ ശരീരത്തോട് നിന്ന് പോരാടുന്ന പോരുകൾ പുഷ്ടി വെളിപ്പെടാൻ കഴിയാതെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന ഈ പെങ്കോച്ചിന് ഈ ശരീരം തളർന്നു പോകുന്ന ഈ തലകറക്കം പോലെ എന്തെങ്കിലും രോഗമുണ്ടോ? ഇങ്ങനെ ശാരീരികമായി ആ കുഞ്ഞിനെ ആക്രമിക്കുന്ന ഒരു ഫൈറ്റിംഗ് ഉണ്ട്. ആ മ്യൂട്ട് ചെയ്യുന്ന ചോദിക്കുന്നു. ആള് പോയോ? പാസ്റ്റർ ഞാൻ പറയാൻ കാര്യം എന്നാന്ന് വെച്ചാ ആ കുട്ടീന് ഒരു ശാരീരിക പ്രയാസമുണ്ട്. ബോഡി ഫുൾ പെയിൻ ഉണ്ട്. മസ്കുലർ അങ്ങനെ എന്തോ സംതിങ് ഒരു അസുഖമുണ്ട്. പിന്നെ മോൾക്ക് ഇതെന്താ എക്കോ വരുന്നേ? ഈ കുഞ്ഞിന്റെ ശരീരത്തെ സ്കെൽറ്റ് പോലെ നിൽക്കുന്ന ആളാണോ? ഇച്ചിരി മെലിഞ്ഞിട്ടാ കുഞ്ഞ്. ആളെങ്ങനെ ഒരു ശാരീരികമായ ക്ഷീണമിട്ട് ഇങ്ങനെ തലകറങ്ങിപ്പോ തന്നിട്ട് എനിക്കൊന്ന് അതിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന സ്പിരിറ്റിന്റെ ആക്രമണം അതിനുണ്ട്. സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന അതിന്റെ ഗ്ലാസ് പ്രാർത്ഥിച്ച് വെള്ളം എടുക്കുക, പ്രാർത്ഥിച്ച് വെള്ളം തരാം. അതിന്റെ ഉദരത്തിൽ കിടക്കുന്ന കെട്ടെല്ലാം കത്ത ഇപ്പൊ അഴിക്കും. സിസ്റ്റർ വെള്ളം എടുത്തോണ്ട് വാ പാസ്റ്റർ. അതുപോലെ സിസ്റ്ററിന്റെ ഹസ്ബൻഡും ഇളയ മോനും രക്ഷയിലേക്ക് വരാൻ പ്രാർത്ഥിക്കണേ. അതിന് അവരെ വീടിനകത്ത് മത്സരത്തിന്റെ ആത്മാവുണ്ട്. ആ സ്പിരിറ്റ് ആണ് ആ കിടന്ന് കൈയിന്റെ സ്പിരിറ്റ് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്ന സ്പിരിറ്റ് അവിടെ കിടന്ന് ആ പാവത്തിനെ കിടന്ന് ദണ്ണിപ്പിക്കുക. ഒരു മിനിറ്റ് ആന്റി ഒരു മിനിറ്റ് ആന്റി പക്ഷെ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. ഉടാരകസന്തരേ ഉടാലരലഭശന്തരേ റിദോലകരകസന്തരടബ ഉടമനദികളമനകുടകരകശന്തരധികാരകദിഗസ്യ അത്തരാലഭശന്തരേ റിക്കോറവസന്തരടബ ഔരിദിബിക്കൊറോസിയാന്തരാലഭശന്തരേ. ഇപ്പൊ വരും കേട്ടോ പാസ്റ്റർ.
ഇപ്പൊ വരും പാസ്റ്റർ, ഇപ്പൊ വരും. ഇച്ചിരി വെള്ളം കുടിക്കാൻ പോയിരിക്കുക. ഉടാരഗതികസ്യാന്തരാരവശന്തരേ റിക്കോ റവസന്തരടബേ കുടാരഗതേ ദിഗലാമനക അത്തരാരവസന്തരേ ദുദാരഗതികസ്യാന്തരാലവശന്തരേ അത്തരാരിഗരേ ദിഗലാമനക രഗതേ ഉഡാരല ബഷികല ബകറബ രതരല ഉഠരല റിക ബബ റിത. ആ വെള്ളത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതരജനാധിപ പ്രവാചക ശങ്കരേ ഖംദിലി വിഹത്തുനി അന്തരാരവന വിഹത്തുനി അലബറോഷി ലബരം മിമികൽ പ്രവാസികി ഓരി വിഗലവലവലവലവ ശങ്കരാധിപ പ്രവാസി ലാപ്രാപ്തിനി മിനോഷി മിമികലവലവലവ ശേദഹത്തിനി അന്തരാരവ പ്രവാചക ശങ്കര. വെള്ളത്തെ ഞങ്ങൾ ആത്മാവിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഉറബലബലബല പ്രവാചക അതാവ് കണ്ണുകടിയുള്ള അപ്പം നിന്നരുത്. അവനെ സ്വതുഭോജ്യങ്ങൾ ആഗ്രഹിക്കരുത്. അവൻ എൻ്റെ മനസ്സിൽ കണക്കൂട്ടുന്ന പോലെ ആകുന്നു. തിന്നു കുടിച്ചു കൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. നീ തിന്ന കഷ്ണം ഛർദ്ദിച്ചു പോകും. നിന്റെ മാതിരി വാക്കുന്ന യേശു നാമത്തെ വെള്ളത്തിനെ പ്രാർത്ഥിക്കുക. ആ കുഞ്ഞിനകത്ത് അത് കൊടുക്കും. ഉദരത്തിൽ കിടക്കുന്ന സകല കെട്ടുകൾ അതിന്റെ ഭാവി നശിപ്പിക്കാൻ, ആരോഗ്യത്തെ നശിപ്പിക്കാൻ, പിശാചികത എല്ലാ പദ്ധതികളും അതിനകത്ത് നിർവീര്യമാക്കണം. കർത്താവെ, ഫ്യൂസ് അടിച്ചു പോകണം. അതിന്റെ വേര് ഉണങ്ങിപ്പോകണം. ഈ വെള്ളം തീയായി വ്യാപരിക്കും. ആ കുഞ്ഞ് ശരീരത്തിൽ ഫ്രീ ആകണം. അത്ഭുതങ്ങൾ നടക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വെള്ളം കൊടുത്തോ, ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കും. ആ കുഞ്ഞിന് ഭാവി യേശുവിനെ നോക്കണം. ആ കുടുംബം രക്ഷിക്കപ്പെടാത്ത ആ കുടുംബത്തെ രക്ഷയുടെ ശബ്ദം അവിടെ ഉണ്ടാകട്ടെ. കണ്ണുകൾ തുറക്കട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? നീതുവിന് വേണ്ടി പാസ്റ്റർ നല്ലതായിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. നീതുവിനും ചില അറ്റാക്സ് ഉണ്ടല്ലേ? യേശുനാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതുവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ സഹോദരി ഫ്രീ ആണെങ്കിൽ ഡിവൈസ് ഉണ്ടാക്കാം. അല്ല, അവിടെ ബുദ്ധിമുട്ടുണ്ട്. എവിടെയാ സഹോദരി? അവരെവിടെയാ? അത് എനിക്ക് അറിയത്തില്ല. എന്റെ അടുത്ത് പറഞ്ഞത് കൊല്ലത്താന്ന് തോന്നുന്നു. എവിടെ? കൊല്ലത്തോ? എവിടെ? കൊല്ലമോ പത്തനംതിട്ടയോ അങ്ങനെ എന്തോ ആണ്. ഹലോ, ഡിവൈസ് ഓണായി. നീതു ഒന്ന് പറഞ്ഞേ. എറണാകുളം. യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ആ സഹോദരന്റെ മേൽ കിടക്കുന്ന എല്ലാ രോഗത്തിന്റെ സ്പിരിറ്റുകളും യേശുനാമത്തിൽ ബ്രേക്ക് ആവട്ടെ കർത്താവ്. ഇന്ന് രാത്രി ആത്മാവിന്റെ ഒരു പ്രവൃത്തി അവിടെ ചലിക്കട്ടെ കർത്താവ്. ക്ഷയിപ്പിച്ചത്, നശിപ്പിച്ചത്, തുള്ളനും വെട്ടികളും വീട്ടിലും പച്ചവ സംവത്സരം അടവൂട പ്രവാചക ശമനഗതകൾ പക്ഷെ വീട്ടുകാരെ നോക്കുക. ഭർത്താവിന്റെ അച്ഛനാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. അച്ഛന്റെ കടയിലാണ് അലകൽ കാരമുള്ള പ്രവാചക ദോഷം അങ്ങനെ വ്യാപരിച്ച് നിന്ന് അതിന്റെ പേര് പറഞ്ഞ് നിന്ന് വ്യാപരിക്കുന്ന ഇരുളിന്റെ വ്യാപാരമുണ്ട്. കരിങ്കാളിയാണല്ലേ കണ്ടത്. അതിനു വേണ്ടി മാഡം വിളിച്ചു. മാഡത്തിന്റെ എവിടെയും ഭയങ്കര പ്രശ്നം. അതിനകത്ത് നിൽക്കുന്ന സ്പിരിറ്റ് ഭാര്യ ദേഹത്ത് ഒരു കറുത്ത സാരി ഉടുത്ത ഒരു പൈശാചിക തരം നിങ്ങളുടെ വീട്ടിനകത്ത് നിന്ന് കിടന്ന് പോരാടുക. ഓരോ സാധനം വീണ്ടും വീണ്ടും കഴുകുക, എപ്പോഴും വൃത്തിയായി. അഡ്മിൻ കേൾക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരു അസുഖം. പോസ്റ്റ് കേൾക്കുന്നുണ്ടോ? പോസ്റ്റ് കേൾക്കുന്നുണ്ടോ? നീതു മ്യൂട്ടാണേ. ഇപ്പൊ കേക്കാമോ? കേക്കാവോ? അതിന്റെ വീടിനകത്ത് നിൽക്കുന്ന ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. ആ ഒരു കറുത്ത സാധനമാണ്, ഒരു കറുത്ത സാരി കൊടുത്ത സാധനം. ആ സാധനത്തിന്റെ ആ സ്പിരിറ്റ് ആണ് ആ വീടിന്റെ എല്ലാ തലങ്ങളെയും ക്ഷീണിച്ചിട്ട്. പെന്തക്കോസ് ഫാമിലിയൊക്കെ ആയിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി
ചലിക്കപ്പെടാത്ത കാലത്ത് ഇതിന്റെ വ്യാപാര മണ്ഡലം. നമ്മൾ പെന്തിക്കോസ് ഫാമിലി എന്ന് പറഞ്ഞില്ല, പെന്തിക്കോസ് അനുഭവം വേണ്ടത്. ഞാൻ പെന്തിക്കോസ് അനുഭവമുള്ള മനുഷ്യനാണ്. പെന്തിക്കോസ് മതക്കാരനല്ല. പെന്തിക്കോസ് അനുഭവം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ സത്യത്തിൽ ആരാധന. ഇത് പറഞ്ഞാൽ ഇതിന്റെ വ്യാപരിക്കുന്ന സ്പിരിറ്റാ. ഇതിനെ അവരെ വീടിനെ ക്ഷയിപ്പിച്ചിരിക്കുന്ന, നശിപ്പിച്ചിരിക്കുന്ന ഈ സാധനം. ചില വർഷമല്ല, കഴിഞ്ഞ വർഷം ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ പെന്തിക്കോസുകാരാ, അവര് ഭയങ്കര പ്രാർത്ഥനക്കാരാ. പക്ഷെ ആ കുടുംബം രക്ഷപ്പെടുന്നില്ല. ഒരു മോൻ ഡിവോഴ്സിനൊക്കെ, ഒരു മോൻ അപ്പൻഡീസ് വന്ന് പൊട്ടുവാ ഇവിടെ പോയാലും ഗൾഫിൽ പോയാലും. ഒരു മോളാണ് കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുണ്ട്, പുള്ളിക്കാരത്തി വേറെ രാജ്യത്ത്. പെന്തിക്കോസുകാർ ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ ഇതിന്റെ വ്യാപരിക സ്പിരിറ്റിനെ അവർക്ക് മനസ്സിലാവുന്നില്ല. പാസ്റ്റർ ഈ കുട്ടിക്ക് വേണ്ടി നല്ലോണം ഒന്ന് പ്രാർത്ഥിക്കണേ. അതിനൊരു കുഞ്ഞുവാവയുണ്ട്, 8 മാസമുള്ള ഒരു കുട്ടി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് ഒരു ചെറിയ ജോലിയുണ്ട്, പക്ഷെ ഫൈനാൻഷ്യലി അവര് ഭയങ്കര. ഈ സാധനമാണ് അവരെ ക്ഷയിപ്പിച്ചിട്ടേക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് പ്രാർത്ഥിച്ചേക്കണേ പാസ്റ്റർ. കട്ട് ചെയ്തൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ അതിനകത്ത് വേറെ കാര്യം അറിയാമോ? ഞാൻ ഒരു വചനം അടുത്ത് നിന്ന് വായിക്കാമോ? എന്റെ ആകെ 500 MB അങ്ങനെ പറഞ്ഞു. ഞാൻ വായിച്ച് വ്യാഖ്യാനിച്ചിട്ട് ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയുന്ന കാര്യം ഇന്ന് പറയാൻ വിട്ടുപോയി. മത്തായി സുവിശേഷത്തിനകത്തൊരു വാക്യം, മത്തായി സുവിശേഷം 12:43 തൊട്ട് വായിച്ചിട്ട് 12:43. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ലതാണ്. ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. ഓക്കെ, താഴോട്ട്. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഞാനിപ്പം പറഞ്ഞ കാര്യം ഞാനിപ്പം പ്രാർത്ഥിച്ച അത് അഴിച്ചു വിട്ടെന്ന് ചോദിച്ചു. ഈ പിശാച് തണുപ്പ ഇഷ്ടം. വേണ്ടും പോലെ അവർ ആത്മാഭിപ്രായ തീയായിട്ട് നിന്നില്ലേ 7 ഒന്ന് എന്ത് ചെയ്യും? 7 1 8. അപ്പൊ ഏത് സാധനം ഡെലിവറൻസ് ആകെ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ എല്ലാം ഇവിടെ ഇരിക്കുന്ന ഡിവൈസ് എല്ലാം ശ്രദ്ധിച്ചേക്കണം. ഒരു ഡെലിവറൻസ് കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ ആ ഡെലിവറൻസ് നിർത്തണമെങ്കിൽ നിങ്ങൾ തീയായിട്ട് നിൽക്കണം. ഒന്ന് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഈ ഡെലിവറൻസ് നിലനിൽക്കാൻ പല ആൾക്കാർ, ഞങ്ങളുടെ വല്യപ്പൻ പണ്ട് കൊല്ലം പീരങ്കി മൈതാനത്തിൽ സൗഖ്യം പ്രാപിക്കും, ചെവി കേൾക്കത്തില്ല. മേടിയാമുക്ക് ജംഗ്ഷൻ ഇറങ്ങും, അപ്പത്തിന് അവിടെ ടെസ്റ്റ് ആക്കാറുണ്ട്. അപ്പോഴേ അപ്പം സൗഖ്യം പോകും. ചെവി കേൾക്കത്തില്ല. അപ്പോൾ അവിടെ തൊട്ട് അവിടെ കേൾക്കും സ്റ്റേജ് വരുമ്പോൾ. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താ ആ നിലനിൽക്കെന്ന് പറഞ്ഞാൽ അപ്പത്തിന് ആ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഡെലിവറൻസ് ഉണ്ട്. ആ അന്തരീക്ഷത്തിൽ പുറത്തിറങ്ങുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം. അപ്പൊ നീ കുടുംബം പെന്തിക്കോസ് കുടുംബമാ. ആ സാധനം സിസ്റ്റർ നല്ല തീയിലാണ്, ഹസ്ബൻഡ് ആണല്ല. അപ്പൊ ആ സാധനത്തെ ആത്മാവിൽ നമ്മളിപ്പോ ബ്രേക്ക് ചെയ്യും. പക്ഷെ ആ കുടുംബം അതിനോട് പോരാടി ജയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചേക്കുക. ഈ സ്പിരിറ്റാണ് ആ കുടുംബത്തെ ക്ഷയിപ്പിച്ചിട്ടിരിക്കുന്നത്. സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ഉണ്ട്. നമ്മൾ അദർശനായ ദൈവത്തെ ഈ വെളിപ്പാട് കണ്ട്, ഞാൻ ആ വെളിപ്പാട് ഈ സാധനം കണ്ടിട്ടാ പറയുന്നത്. ഈ സാധനമാണ് ആ കുടുംബത്തിനകത്ത് നിന്ന് നശിപ്പിക്കുക. അതിനെ ഇന്ന് രാത്രി ആത്മാവിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ കുടുംബം അതേ കണക്ക് നന്നായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സാമ്പത്തികം കയറി നിന്ന് അതിനെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചതും നിങ്ങളുടെ സമ്പത്ത് നശിപ്പിച്ച് ബ്ലോക്ക് ചെയ്തതും എല്ലാം ഇന്ന് രാത്രി പൊട്ടും. പക്ഷെ അതേ കണക്ക് നിങ്ങൾ വീണ്ടും ശക്തമായി പ്രാർത്ഥനയോടെ ഈ പിശാച് അത് കയറി വരണമെങ്കിൽ അതിന്റെ സാധനം ഏതോ റൂട്ട് അവിടെ കിടപ്പുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്തതല്ല, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ് ക്രിസ്തുവിൽ. നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ പരിശുദ്ധാത്മാവ്. എറണാകുളത്ത് എവിടെ വീട്? പറയാം.
കോലഞ്ചേരിയിൽ എവിടെ? എവിടെ കേട്ടില്ല? അവിടെ ഏത് സഭയിലാ പോന്നെ? കോലഞ്ചേരിയിലല്ലേ? യേശുനാമം. ഞാൻ കോലഞ്ചേരി ഉണ്ടായിരുന്നു 2 വർഷം. യേശുനാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ക്ഷയിപ്പിച്ച പൈശാചിക തലം രാത്രി വേരോടെ ഉണങ്ങണം. ആ വസ്തു സംബന്ധമായി 4 ദിക്കേയും കെട്ടിക്കിടക്കുന്ന സകല ശക്തികൾ അഴിഞ്ഞു ഇന്ന് രാത്രി ദൈവത്തിന്റെ ജയം ആ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ ഞങ്ങൾ ആത്മതലത്തിന് സൂക്ഷിക്കുമ്പോൾ ഇന്ന് രാത്രി ഭവനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സകല കെട്ടും രാത്രി യേശു ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കും. അത് വേരോടെ ഉണങ്ങട്ടെ. ഒരു ജയത്തെ ഞങ്ങൾ ആത്മാവ് റിലീസ് യേശു അനുഗ്രഹിക്കുന്നു. യേശു ആന്റി ഹലോ പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പോയോ? നീതു ആൻഡ് സിസ്റ്റർ, ദൈവം നിങ്ങളുടെ ലൈഫിനകത്ത് ഇപ്പൊ അതിന്റെ ശക്തി ക്ഷയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തല അടിച്ച് വീണിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ സഭയായിട്ടൊരു 3 പറ്റൊക്കെ പ്രാർത്ഥന, നിങ്ങൾ സാമ്പത്തികം കൊണ്ട് നടത്തുക. ലാസ്റ്റ് ദിവസമെങ്കിലും നിങ്ങൾ ഒരു പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുക. ശുശ്രൂഷയുള്ള ഏത് ദിവാസനെ വിളിച്ച് നിർത്തി അവിടെ എവിടെയെങ്കിലുള്ള ദിവാസനെ വിളിച്ച് നിങ്ങൾക്ക് അവിടെ നമ്മുടെ ദിവാസന്മാരുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ വിടുവിക്കും. ഈ ദിവസം കർത്താവ് യേശു നാമത്തെ ആ കുടുംബത്തിനകത്ത് കിടക്കുന്ന ദുർഭൂതത്തെ വിട്ട ആ സ്ഥലത്തേക്ക് തന്നെ അത് മടങ്ങിപ്പോ കൽപ്പിക്കും. ദൂതന്മാർ ഇറങ്ങി രാത്രി ഞാൻ കാണുന്ന കാര്യം, ഏഞ്ചൽ ഇറങ്ങി വന്ന് കാന്റെ പൊക്കിയെടുത്ത് കളയുക. ഏഞ്ചൽ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. യേശു നാമത്തിൽ ഇവരെ ഫിനാൻഷ്യൽ സ്റ്റംബ്ലിങ്സ് ഇവരെ എല്ലാം ബ്ലോക്കും ബ്രേക്ക് ചെയ്ത് യേശു അനുഗ്രഹിക്കുന്നു. യേശു ആമേൻ ആമേൻ. ആന്റി കേട്ടില്ല അതിന് അവര് ഡിവൈൻ ഏഞ്ചൽസ് ഇറങ്ങിയിട്ടുണ്ട് അവരുടെ വീട്ടില്. വീട്ടിലുണ്ടായിട്ടുണ്ട്. വേറെ ആർക്കും പ്രാർത്ഥിക്കാനില്ലല്ലോ. അപ്പം പാസ്റ്റർ ആശീർവാദം പറഞ്ഞു നിർത്തിക്കോ. കർത്താവ് യേശുനാഥ് ഈ ടീമിനെ ബ്ലസ് ചെയ്യുന്നു. ആത്മാവ് ഈ ടീമിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും വലിയ നിയോഗങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതൊരു സൂപ്പർ നാച്ചുറൽ മീറ്റിംഗ് ആയി മാറുന്ന സ്തോത്രം യേശുവിനത് തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശു മശി കൃപയും പരിശുദ്ധാത്മാവിന്റെ കാവലും കണ്ട വിശേഷാൽ ഈ ടീമിനകത്ത് പ്രാർത്ഥിച്ച് കടന്നു വന്ന എല്ലാ സ്ലോട്ടുകളോടും ആ കുടുംബങ്ങളോടും ഈ സൂപ്പർ നാച്ചുറൽ മിറാക്കിൾ മിനിസ്ട്രിയോടും ഈ കർത്താവെ എല്ലാ ദൈവത്തിൽ കർത്താവ് 2 പേരും ഉണ്ടാക്കി മാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വേഗം വരണമേ. ആമേൻ. God bless you all. Thanks a lot, Pastor. It was a wonderful ministry. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ദേവദാസിനെ ഉപയോഗിച്ചു. ആമേൻ. സ്തോത്രം. Thanks a lot, Pastor. ഇനി ഇടയ്ക്ക് ഞങ്ങൾക്ക് വരണം കേട്ടോ. ഓക്കേ. Thanks a lot, Pastor. Okay, everyone, എല്ലാവരോടും ഗുഡ് നൈറ്റ്. നമ്മൾ ഇനി അടുത്ത ബുധനാഴ്ച കണ്ടുമുട്ടാം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒന്നുമില്ല കൊച്ചിൻ്റെ ഓരോ കഥ ഞാൻ പറഞ്ഞു ഇതിലെല്ലാം ഞാൻ കടന്നു പോയതാണ്. ഞാൻ പറഞ്ഞു ഇതൊന്നും നമ്മളങ്ങനെ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരം. ആണാൻറ്റി കൊച്ചുകുട്ടിയാണ്. 28 വയസ്സ് എന്തോ വരുമല്ലോ. ഉണ്ണിയുടെ പ്രായം എന്തോ വരുമോ കൊച്ചിന്. എന്നിട്ട് ഭർത്താവിനാണെങ്കിൽ അവിടെ പോയി ചുമ്മാ ഇരിക്കുക. കാര്യം അപ്പൻ്റെ കമ്പനിയല്ലേ, ചുമ്മാ പോയി റിസപ്ഷനിൽ ഇരിക്കുകയാണ്. ക്ലിനിക്കാണ് ഇട്ടിരിക്കണം അങ്ങനെ. എന്നിട്ട് അവിടെ പോയി റിസപ്ഷനിൽ ഇരുന്ന് ഒരു പണി എടുക്കൽ, ചുമ്മാ വായ നോക്കി അവിടെ ഇരുന്നിട്ട് സമയമാകുമ്പോൾ വരും. വന്നു കഴിഞ്ഞാൽ മക്കൾ ഭക്ഷണം കഴിച്ചോ, മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വല്ലതുണ്ടോ ഒന്നും ചോദിക്കത്തില്ല. ഒരു ഉത്തരവ് ഞാൻ ചോദിച്ചു എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ പ്രേമിച്ചത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും അറിയത്തില്ല. ഞാൻ പ്രേമിച്ചു കിട്ടിയത് പഠിക്കാൻ പോയെടുത്ത് പ്രേമിച്ചത്. ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായോ പ്രേമെന്ന്. പിന്നെ എൻ്റെ ആൻറ്റി ഞാനിപ്പോൾ അമ്പിലും കൊള്ളുന്നു വില്ലിലും കൊള്ളുന്നില്ല, ഇങ്ങനെ നിൽക്കുവാണ് തൃശങ്ക് പോലെ. അത് ഹിന്ദു, അവൻ്റെ ഫാമിലി പെന്തക്കോസ് ഫാമിലിയാണ്. എന്നിട്ട് ഇപ്പം അവൻ്റെ അപ്പൻ്റെ ചിലവിലാണ് ഇവർ ജീവിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്. അപ്പം
അവൾക്കൊരാവശ്യം വന്നാൽ അവൾക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബിസിനസ് എന്തെങ്കിലും ഇതുപോലെ ഏറ്റെടുത്ത് ചെയ്യും, ഞാനിപ്പോൾ ആ മാഡത്തിന് ഹെൽപ്പ് ചെയ്യണ പോലെ ഫൈനാൻഷ്യലി ഇതാണ്. എൻ്റെ ചേച്ചി ഒരു സാധനവും ഇവിടെ ചെയ്യാൻ വേണ്ടി സമ്മതിക്കും. ജോലിക്ക് പോയി എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചു വിളിക്കും, ഒന്നിനും സമ്മതിക്കില്ല. നമ്മൾ BCom ഒക്കെ പഠിച്ചിട്ട് എന്തെല്ലാം ജോലിയാണ്. ഒരിക്കൽ ബാംഗ്ലൂരിൽ അത് വർക്ക് ചെയ്തിരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ എവിടെ ജോലി ചെയ്യാൻ പോയാലും 5 ദിവസം കഴിയുമ്പോൾ പറയും ഇത് എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് വരും. എന്നിട്ട് ഇപ്പോൾ അയാളുടെ പരിപാടി ഞാൻ ഇനി ഗൾഫിൽ പോകും, അയാൾ ഇനി ഗൾഫിൽ പോയി ഉണ്ടാക്കാൻ പോകും, ഇവിടെ വർക്ക് ചെയ്യാത്തവൻ. ഞാൻ വിചാരിച്ചു അയാൾ ഗൾഫിലെങ്കിലും പോയി നീ കൊച്ചിനെങ്കിലും ഇച്ചിരി സമാധാനം കിട്ടിയേനെ. വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ സമ്മതിക്കൂല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പാവം. അതിന് ഉണ്ടേ. എനിക്കാണെങ്കിൽ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കാനും പറ്റൂല. നമ്മുടെ മോളല്ലേ, എനിക്ക് അമ്മ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് ചെയ്യും. അല്ല അതുകൊണ്ടാണ് ജാക്സൺ പാസ്റ്ററുടെ നമ്പർ. ജാക്സൺ പാസ്റ്ററിൻ്റെ അടുത്തൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഫാമിലി ലൈഫിന് ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അടുത്ത മാഡത്തിൻ്റെ കാര്യം, മാഡത്തിൻ്റെ മോൻ്റെ കാര്യം OCD ഞാൻ പറഞ്ഞില്ല. അപ്പം വൈഫിനെ സ്നേഹിച്ചതാണ്. ഇവർ 7ാം ക്ലാസ് തൊട്ട് പ്രേമിച്ചത്, ഇതുപോലെ പ്രേമിച്ചതാണ്. മാഡമാണ് ആ കൊച്ചിനെ ആയുർവേദ ഡോക്ടറിനെ പഠിപ്പിച്ചത്, എല്ലാം ആക്കിയത്. ഇപ്പോൾ 2 പേർക്കും ജോലിയില്ല. ഇന്ന് പക്ഷേ ഇതാ മാഡം ഇപ്പം മെസ്സേജ് അയച്ചു, എന്താ ഞാൻ കേട്ടില്ല. എൻ്റെ ഇന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു, ഇന്ന് മാഡത്തിന് 1 മണിക്കൂർ പ്രാർത്ഥിച്ചു കൊടുത്തു. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നു, എന്തോ ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ മീറ്റിംഗ് തുടങ്ങുന്ന സമയം എന്താണെന്ന് നോക്കട്ടെ. കഴിക്കുക പഴംപൊരി, നീ ഓരോന്നിങ്ങനെ